കൊതിയായിടുന്നേ നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 റിബിരിബിരി മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ നിറയ്ക്കുക നിറയ്ക്കുക നിന്നഗ്നിയാ നിറയ്ക്കുക നിൻ ശക്തിയാ നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ നിറയ്ക്കുക നിന്നഗ്നിയാ നിറയ്ക്കുക നിൻ ശക്തിയാൽ നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങ് ഘോഷിക്കുവാൻ നിറയ്ക്കുക നിന്നഗ്നിയാൽ നിറയ്ക്കുക നിൻ ശക്തിയാൽ നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു രീബാലന്താരതലേ രീതുല ബലപശന്തേ രീതുല ബലബ രീതുലാദന ബലബാലം ദാരതലേ രീതുല ബലപശന്തര ബലബാലം ദാരതലേ രീതുല ബലബാലം ദർശാനകരന്തന ബലബ ഹല്ലേലൂയ 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 രീതുലാദന ബലബാലം ദർശാനകരന്തേ ഹല്ലേലൂയ 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 രീതുലാദന ബലബാലം ദർശാനകരന്തന ബലപശന്തര ബലബ ഹല്ലേലൂയ 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 Hallelujah. Hallelujah. Ribiribiyandura daladaram dashadara balaba. Ribiribiyandura daladaram te. Nandi Yeshua. Hallelujah. 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 Ninmaha Kripakya
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എല്ലാ വായുകളും തുറന്നു എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. We love you, Jesus. Oh, we love you, Jesus. നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ഒരു മാറ്റവുമില്ലാത്ത യേശു. ഞാൻ അവനെ വിട്ട് ഓടിപ്പോകുമ്പോഴും എന്നെ നോക്കി എന്റെ വിലയാണ് നീ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ, ആ സ്നേഹത്തിൽ എന്റെ പുറകെ ഓടി വരുന്ന യേശുവിന്റെ കൈ ഒരിക്കൽ കൂടെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ, ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എനിക്ക് കർത്താവെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. അപ്പൊ അത് നടത്തിയ വിധങ്ങളെ ഇന്ന് വരെ those ways which I have been already passed on. I have reached to this point after many struggles, many things. But in all those ways, you strengthened me. You protected me. Even when I was not realizing it, you were with me. Hallelujah. He was with us. നമ്മൾ അറിയാതിരുന്ന സമയങ്ങളിൽ പോലും നമ്മുടെ കൂടെ നടന്നു. അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട്, നമ്മൾ അവനെ അറിയുന്നതിന് മുമ്പേ തന്നെയും ആ സ്നേഹത്തിനകത്ത് നമ്മളെ ആക്കിവെച്ചു. ഈ യേശുവിന്റെ കയ്യിൽ കൊടുത്തുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും ഇരിക്കും. ഇന്ന് വെറുതെ നമ്മൾ വന്നതല്ല.
എന്ന് കർത്താവാൽ നിയോഗിച്ചു. ഇന്ന് നമ്മളിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിൽ നിന്ന് നമ്മൾക്ക് കേൾക്കുവാൻ ഒക്കെ കർത്താവായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ദിവസം, ഒരു സമയം. What a precious moment. What a precious moment. We are joining with a meeting in heaven. From this earth, we are meeting him. In spirit, we are in one with him. ഒന്നോർത്ത് നോക്കിയ, ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഇന്ന് സ്വർഗത്തിലേക്ക് ആ ഒരു സൂം മീറ്റിംഗ് നമ്മൾ നടത്തുന്നു. പലരും പറയാറുണ്ട് ഇന്നത്തെ ഒരു സ്ക്രീനിൽ യേശു ഉണ്ടാവും. അതിനേക്കാൾ യഥാർത്ഥമായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ഇന്ന് സ്വർഗത്തിലോട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഹല്ലേലൂയ എന്ന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അവനിലേക്ക്. ജീസസ് ഇന്ന് ഹൃദയങ്ങളുടെ അകത്തു നിന്നും കർത്താവുമായിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങി. ഇന്നൊരു ആശ്വാസ കാലത്തിന്റെ ദിവസം. അവനിൽ നിന്ന് ആശ്വാസ കാലങ്ങൾ വരുമെന്ന് പറയുന്ന വചനത്തിൽ നിന്ന് ഹല്ലേലൂയ അനേകം, ഇന്ന് എനിക്കൊരു കാര്യം അറിയാനുണ്ട്, അനേകം സ്ട്രഗിളുകളിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ആശ്വാസ കാലത്തിന്റെ ഒരു തുടക്കം അത് ഓൾറെഡി സ്റ്റാർട്ടഡ്. അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്ന ആശ്വാസ കാലത്തിലേക്ക്, റെസ്റ്റിനകത്തേക്ക്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന അനുഭവം കൊയ്ത്തിന് മുമ്പേ ഉണ്ടാകുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന അനുഭവം കൊയ്ത്തിന് മുമ്പേ അനുഭവിക്കുന്നവരെ എന്ന് കർത്താവ് വിളിച്ചിരിക്കുന്നു. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ വർഷം മുതൽ നിങ്ങളുടെ കൊയ്ത്ത് വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ കർത്താവിൽ ഉള്ള വിശ്വാസം കാരണം നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാകും, നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ കളപ്പുരകൾ ഓൾറെഡി നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ കൊയ്ത്ത് വരുന്നതേ ഉള്ളൂ. കൊയ്ത്ത് വരുന്നതിന് മുമ്പേ തന്നെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ജീവിതത്തിനകത്തേക്ക് ഒന്ന് വലിച്ചെടുത്തോണ്ട് പറഞ്ഞു, എന്റെ യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട് കൊയ്ത്ത് വരുന്നതേ ഉള്ളൂ, പക്ഷെ എന്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന ആശ്വാസ കാലത്തിലേക്ക് എന്നെ കർത്താവ് നടത്തിയിരിക്കുക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 2022 ദൂതുകൾ വരുന്നുണ്ട്, 2022 വാഗ്ദത്തങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമാധാനമകത്ത്. ഓ ഹല്ലേലൂയ. കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ എനിക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്നു എന്നുള്ള എന്റെ പൂർണ്ണ ബോധ്യം ആദ്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന എത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം ചിലരൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ മേൽ ഇത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല ഈ വചനം. ഹല്ലേലൂയ. എഴുതി ഇടുന്നതോടുകൂടി എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നറിയാം, നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുക. എനിക്കറിയില്ല, ആരെങ്കിലും ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ എഴുതി ഇടുന്നവരോട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ദൈവവചനത്തെ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ അറ്റസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ യെസ് ആൻഡ് ആമേൻ അവിടെ പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളും യെസ് ആൻഡ് ആമേൻ എന്ന് പറയും. ഒരു മ്യൂച്വൽ കോൺട്രാക്ട് ആയി സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. ഇന്ന് കർത്താവ് കൽപ്പിച്ചയക്കുന്ന ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ജീവിതത്തിൽ അത് വന്നതിനായി സ്തോത്രം. കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന അനുഭവം കൊയ്ത്തിനു മുമ്പേ തന്നെ ഹൃദയങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്ന് എനിക്കൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിച്ച് നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കുക. ഇന്ന് നമ്മൾ നന്ദി പറഞ്ഞ സമയം മുതൽ സ്വർഗവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക. ഇന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നമ്മുടെ കൂട്ടായ്മ തുടങ്ങി കഴിഞ്ഞു. ഇതൊരു അപ്പോയിന്റഡ് ടൈമാണ്. ഇന്ന് എനിക്കറിയാം, ഇന്ന് ഈ സ്ക്രീനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ടൈമിൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സ്പെഷ്യലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് അതിനെ ഒന്ന് ഏറ്റെടുത്തിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ ഈ വചനം, ഇന്ന് ഞാൻ കേട്ട ഈ വാക്ക് എന്റെ മേൽ, കർത്താവിന്റെ ജീവിതത്തിന്റെ മേൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ സമാധാനത്തിനകത്തേക്ക് ഒന്ന് കയറി നിന്നുകൊണ്ട് പറഞ്ഞു, അവനിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും എന്ന് പറഞ്ഞ ആ വചനം ഇന്ന് എന്റെ മേൽ വന്നിരിക്കുക. സ്തോത്രം. അവനിൽ നിന്നുള്ള ആശ്വാസകാലങ്ങൾ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കൊയ്ത് കൂട്ടി കളപ്പുര നിറഞ്ഞു കഴിയുമ്പോഴല്ല എന്റെ ആശ്വാസം. തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തനായി വയലുകൾ വെളുത്തിരിക്കുന്നത് കാണാം എന്ന് പറഞ്ഞവൻ, പത്രോസേ നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കെന്ന് പറഞ്ഞവൻ, അവൻ നേരത്തെ പെരുത്ത മീൻകൂട്ടത്തെ കണ്ടും നേരത്തെ തന്നെ ചതുർദ്രമ പണം ആ മീനിന്റെ വായിൽ ഇരിക്കുന്നത് കണ്ടും ആണ് ഓരോ വാക്ക് കൽപ്പിക്കുന്നത്. അതേ യേശു കൽപ്പിച്ച സമാധാനം ഇന്ന് നമ്മൾക്ക് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് കിട്ടാതെ ലഭിക്കാതെ പോയി എന്ന് നാം ഭയപ്പെടണം. ഇന്ന് ഈ വചനം കർത്താവ് ഇന്ന് എന്നിലൂടെ അയക്കുമ്പോൾ
ആ സമാധാനത്തിനകത്തേക്ക് നമ്മൾ കയറി നിന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ഭയപ്പെടണം. ഇന്ന് ആ സമാധാനത്തിനകത്തേക്ക് കയറുന്നുണ്ട് പറഞ്ഞു, കർത്താവെ നിന്നിൽ നിന്നുള്ള ആശ്വാസകാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിനായി സ്തോത്രം. കൊയ്ത്ത് വരുന്നുണ്ട്, പക്ഷെ എൻ്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ കൊയ്യും നിറയ്ക്കും, പക്ഷെ അതെനിക്കറിയാം എൻ്റെ കളപ്പുരകൾ ഓൾറെഡി നിറഞ്ഞിരിക്കും. കാരണം ഞാൻ അവനിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ പണിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, കർത്താവിനോട് ചേർത്ത് എന്നെ നിർത്തിയിരിക്കുന്നത്, ആ ഭാഗ്യം എനിക്ക് കർത്താവ് തന്നതുകൊണ്ട്, ആ കൃപ എൻ്റെ മേൽ വന്നതുകൊണ്ട്, ഇറ്റ് ഇസ് ബൈ ഷിയർ ഗ്രേസ്. He has predestined us. Why? It was his choice. Nobody can question it. See, we can boast upon it. We can say that, yes, Jesus is pleased on me. God is pleased on me. My Father in heaven is pleased on me. And Holy Spirit is pleased on me. So that is why they are with me always. Why? If somebody asks you why it is so, we don't know. It is out of sheer grace. It is grace, his love. He chose me. What I can do? I cannot do anything. He chose me even before the foundations of this earth and this universe was laid upon. Hallelujah. If we ask someone who is winning a jackpot that why you are winning it, he will say, I don't know. ലോകത്തിലുള്ളവർ എന്ത് പറയും? ഒരു 10 മില്യന്റെ ലോട്ടറി അടിക്കുന്ന ഒരാളോട് നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ചാൽ അവന്റെ ആൻസർ എന്തായി? എനിക്കറിയില്ല, ഞാൻ എടുത്തു, എനിക്ക് കിട്ടി, എന്റെ ഭാഗ്യമായിരിക്കും അല്ലേ? അവർ പറയും ലക്ക്. ബട്ട് ബൈ ഗ്രേസ് I am even richer than that person. അവൻ ഭൂമിയിലെ സമ്പത്ത് കൊണ്ട് നിറയുമ്പോൾ ഞാൻ ഭൂമിയിലെ സമ്പത്തും ആത്മീയ സമ്പത്തും സ്വർഗത്തിലെ സമ്പത്തും കൊണ്ട് നിറഞ്ഞ ധനവാനാണെന്ന് എത്ര പേരെന്ന് പറയും? I am a billionaire, even more than that. Not only in this world, even in the spirituals, I am a billionaire. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ, that unseen riches of heaven has been already put on you. It has been given to us. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിന്റെ കൂടെ ആ ആത്മീയ അനുഗ്രഹങ്ങളുടെ കൂടെ തന്നെ ഭൗതികമായിട്ട് വേണ്ടതെല്ലാം, ഞാൻ പറയാം, ഒരു 50 മില്യൺ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് വെച്ചോ, അതിനേക്കാളും സന്തോഷം ഒന്നുമില്ലാത്തതിൽ പോലും തരാൻ കഴിവുള്ള ഒരുവന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ ലോകത്തിലെ ധനത്തിൽ ആശ്രയിക്കരുതെന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് വേണ്ടെന്നല്ല പറഞ്ഞത്, അതല്ല, ആശ്രയിക്കരുത്. ട്രസ്റ്റ് എവിടെയായിരിക്കണം? യേശുവിലായിരിക്കണം. കാരണം ഞാൻ അവനോട് ചേർത്ത എന്നെ പണിതിരിക്കുന്നു, കർത്താവിനോട് ചേർത്ത എന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഒത്തിരി ആൾക്കാർക്ക് നമ്മളെക്കാളൊക്കെ ഇഷ്ടംപോലെ ധനവും മാനവും എല്ലാം ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ വരുമ്പോൾ പിന്നെ അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അവിടെ വരെ ഉള്ളൂ. ഈ ജീവിതം അവസാനിക്കുമ്പോൾ പിന്നെ എന്തെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവരെല്ലാരും പതറിപ്പോകുമ്പോൾ അവിടെ ഒന്നും പതറാതെ നിൽക്കാൻ നമുക്കൊരു ഭാഗ്യം കർത്താവ് തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പുണ്ട്, ഇതിന് ശേഷവും ഞാൻ എവിടേക്ക് പോകും, എന്റെ ജീവിതം എന്താണെന്നും ഞാൻ ആർക്കുള്ളവനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഈ ഭൂമിയിലുള്ള സാധാരണ മനുഷ്യന് മനസ്സിലാകുന്നതല്ല. പക്ഷെ ഇന്ന് ക്രിസ്തുവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എനിക്കറിയാം എന്നെ സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെന്ന്. ഞാൻ ഈ ഭൂമിയിൽ ഇത്രയും നാൾ എന്റെ മിഷൻ ഞാൻ ഇവിടെ ചെയ്യാൻ വന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കേട്ട വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് അകത്ത് ഏറ്റെടുക്കാൻ പറ്റുന്നത്. അതായത് കൊയ്ത്തിന് മുമ്പേ തന്നെ എന്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ നമുക്കറിയാം കൊയ്ത്ത് നടന്നിട്ടില്ല, പക്ഷെ കൊയ്ത്തിനുള്ളതെല്ലാം റെഡിയാണ്. എന്റെ കളപ്പുരകൾ നിറഞ്ഞ അനുഭവം. താങ്ക് യു ജീസസ്. ഇന്ന് ഇവിടെ വന്നിട്ട് സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ വന്ന് നിങ്ങളുടെ ജീവിതം തുടങ്ങി കരുപ്പിടിപ്പിച്ചു വരുന്നവരോട് ഞാൻ പറയാം, യു ആർ ജസ്റ്റ് ബിൽഡിംഗ് ദ ഫൗണ്ടേഷൻ ബ്ലോക്സ് ഓഫ് യുവർ ലൈഫ്. You are just sowing it. But even at that time, Holy Spirit will assure you that your barns are full. Amen.
Your stock houses are full. Thank you, Jesus. That is the boldness in Christ, because you know that this is a word of God. Hallelujah. Thank you, Jesus. ഞാൻ പറയാം, നിങ്ങളുടെ ഈ യങ്ങർ ജനറേഷനിൽ നിന്ന് നിങ്ങൾ, if you are just laying down your base in this country, believe it that your barns are full. It is already full. You are going to see the riches of God. If you walk with him, you will see his riches, and that will last till generations. Hallelujah. Thank you, Jesus. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു പോയി, ഔട്ട് ഓഫ് ഹിസ് ഗ്രേസ്. ലോക സ്ഥാപനത്തിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു ജാക്ക് പോട്ട് അടിക്കുന്ന ഒരാളോട് ചെന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ഈ മില്യൺസ് ലോട്ടറി അടിച്ചതെന്ന് ചോദിച്ചാൽ അവൻ പറയാം, എനിക്കറിയില്ല, എന്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്റെ ലക്ക് കൊണ്ട് എനിക്കത് വന്നതാണ്. ആർക്കെങ്കിലും മുമ്പേ അറിയാമോ അവർക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു എടുക്കുമ്പോ? അങ്ങനെ അറിയാമെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഹല്ലേലൂയ. പക്ഷെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വിളിച്ചവൻ അറിയാം, ഹി ഈസ് എ ജാക്ക് പോട്ട് വിന്നർ. ഇന്ന് എന്റെ സ്ക്രീനിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പറ്റി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുക്കുക അറിയാം. ബില്യണയറിനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നത്, ആത്മീയമായും ഭൗതികമായുമുള്ള ബില്യണേഴ്സിനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നത്. കാരണം അവൻ എന്റെ വചനം ഉപയോഗിച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്നും അവൻ ബില്യൺസ് കൊയ്യും, എന്നാൽ എന്റെ കൃപയിൽ നിന്നും അവൻ സ്വർഗീയമായ ബില്യൺസ് അവന്റെ ഡെപ്പോസിറ്റ്സ്. ഹല്ലേലൂയ. പക്ഷെ ആത്മീയ കണ്ണ് തുറക്കുമ്പോൾ, എന്റെ ഹൃദയത്തിന്റെ അകത്തെ കണ്ണ് തുറക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഭൂമിയിലേക്ക് ഇറ്റ് ഇസ് just sheer waste. I just want to use it. എനിക്ക് ഓരോ ദിവസവും ജസ്റ്റ് യൂസ് ചെയ്യാനുള്ളത് മാത്രം. Hallelujah. I'm a temporary admission here. I have to go back, but when I am here, I will enjoy everything to its fullness. Hallelujah. ഒരു ഹോട്ടലിൽ വന്ന്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹോട്ടലിൽ വന്ന് താമസിക്കുന്ന പോലെ അവിടുത്തെ എല്ലാം ധാരാളമായി ഉപയോഗിക്കാം. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പ്രൈസ്. നമ്മളെ അവിടെ ഇന്ന് കൊണ്ടൊരു അക്കോമഡേഷൻ അകത്താക്കിയിരിക്കുക, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടാക്കിയിരിക്കുന്നത്, അവിടുത്തെ എല്ലാ ഫെസിലിറ്റി ഓൾറെഡി പെയ്ഡ് ആണ്. ഈ ഭൂമിയിലെ സകലതും ധാരാളമായി അനുഭവിക്കാൻ കർത്താവ് അവന്റെ രക്തത്താൽ വില കൊടുത്ത് പേ ചെയ്തൊരു ചെക്ക് ഓൾറെഡി സൈൻ ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇവിടുത്തെ സകലതും ഞാൻ ധാരാളമായിട്ട് അനുഭവിക്കുന്നു. ഈ ഭൂമിയിലെ സകലതും ഞാൻ ധാരാളമായിട്ട് എന്റെ അപ്പന്റെ ധനത്തിനൊത്തവണ്ണം. താങ്ക് യു ജീസസ്. ലോകത്തിലെ ഇപ്പൊ ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും കോടീശ്വരൻ എന്ന് പറയുന്ന ആളുടെ, ഏറ്റവും പണക്കാരനായ ആളുടെ മകനെ ഒരിക്കലും ഒരു 3 സ്റ്റാർ ഹോട്ടലിലേക്ക് അയക്കത്തില്ല. അയക്കുമോ? കിട്ടാവുന്ന ഏറ്റവും നല്ല ഫെസിലിറ്റി അല്ലെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥലത്തേക്ക് അവനെ അയക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ അയച്ചിരിക്കുന്നത് ഇതെല്ലാം ധാരാളമായി, ബാക്കി എല്ലാവരെക്കാളും നന്നായി ഇത് ഉപയോഗിക്കാനാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. പക്ഷെ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നന്നായിട്ട് ആസ്വദിക്കും അല്ലേ? ഹോട്ടലിൽ ചെന്നിട്ട് ഈ ടവൽ ഉപയോഗിക്കാതെ ഒരു ടവൽ മാത്രം കൊണ്ട് എല്ലാ ദിവസവും കഴിയുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ബെഡ്ഷീറ്റ് മാറാൻ ഓരോ ദിവസം ആൾ വരുമ്പോൾ, അയ്യോ ഇന്ന് മാറണ്ട, നാളെ ഞാൻ പിന്നെ അലക്കിയിട്ടോളാം എന്നാരെങ്കിലും പറയും? ഹോട്ടലിലെ ബെഡ്ഷീറ്റ് അലക്കിയിട്ടുള്ള എത്ര പേരുണ്ട്? ഹോട്ടലിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഹോട്ടലിലെ ബെഡ്ഷീറ്റ് അലക്കിയിട്ടുള്ളവർ, ഹോട്ടലിലെ സോപ്പ് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സകലതും ധാരാളമായി അവിടെ ഉപയോഗിക്കും അല്ലേ? ഹല്ലേലൂയ. പക്ഷെ അവിടെ പോയി രാവിലെ മുതൽ തൂക്കുമോ? നന്നായിട്ട് തൂത്ത് ക്ലീൻ ചെയ്യുമോ? ഹോട്ടൽ ചെയ്യത്തില്ല. കാരണം അതിനാളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാതെ എല്ലാ ദിവസവും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്ന് ആരെങ്കിലും പറയും? I have a mansion there. But when I am on a mission, I will enjoy everything in that hotel, but I will go back. There is a mansion for me. Hallelujah. ഹോട്ടലിൽ പിടിച്ച് നിങ്ങളെ ഒരു 15 വർഷം താമസിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ബോറടിക്കത്തില്ലേ? എന്റെ സ്വന്തം വീട്ടിൽ പോയി കിടക്കുന്നതിന്റെ ഒരു സുഖം വേറെ ഇല്ലേ? താങ്ക് യു ജീസസ്. നിങ്ങളൊരു ബില്യണയർ ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അതുപോലെ നിങ്ങളൊരു മാൻഷനകത്ത് താമസിക്കണം. പക്ഷെ നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വിട്ടാൽ നിങ്ങൾക്ക് ഏതായിരിക്കും വലുത്? നിങ്ങൾ ആ സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടുത്തെ എല്ലാം അതിന്റെ ഫുള്ളസ്റ്റ് ആസ്വദിക്കും. പക്ഷെ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവും, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം.
ഇതേ അവസ്ഥയിൽ ആ ബില്യണേഴ്സ് ആയിരുന്നു ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെ അയച്ചിരിക്കുന്നിടത്ത് എല്ലാം നിങ്ങൾ ധാരാളമായി അനുഭവിക്കും. പക്ഷെ അതിനേക്കാൾ വലുതൊന്നും എനിക്ക് വേണ്ടി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരെണ്ണം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ വിൽ ഗോ ബാക്ക് there one day. But till then, on this mission, I will enjoy everything to its fullness. Hallelujah. അയച്ചിരിക്കുന്ന ആരാണ് നമ്മളെ? രാജാധി രാജാവും കർത്താധി കർത്താവും സകലത്തിന്റെയും ഉടയവനും സകലത്തിനെയും അവന്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുന്നവനും സകലത്തിന്റെയും അവന്റെ വാക്കിനാൽ നിർമ്മിച്ചവനും അവനാണ് എന്നെ നിങ്ങളെ അയച്ചിരിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ അയച്ചിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തേക്ക് നിർത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും അവന്റെ പേർപ്പസിന് വേണ്ടി അവൻ നിർത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആരോടോ ഞാൻ സംസാരിച്ചു, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു ജോലിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഒരു ദിവസം എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് 1 മണിക്കൂറെങ്കിലും ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയ കർത്താവ് നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ 1 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾ നിന്ന ആ ഒരു ദിവസം, അല്ലെങ്കിൽ 1 മാസം, 1 വർഷം, that will be a turning point in your career and in your life. Amen. Hallelujah. That will be an asset. ഒന്നും കാണാതെ എന്റെ കർത്താവ് ഇങ്ങോട്ടും അയക്കത്തില്ല. ഇതെന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് അറിയാം? Because we are in a partnership. We are in a mission. We have been built with him. അറ്റാച്ച് ചെയ്തിരിക്കുന്ന കർത്താവുമായിട്ട് സ്വർഗത്തിന്റെ വലിയൊരു പദ്ധതിക്കകത്ത് നമ്മൾ we are under a big plan of heaven. And if you see the Bible, the whole history till date is matching with this Bible. And whatever has been prophesied in this Bible, that will get accomplished within very short span of time. Amen. Amen. If you match it with history, everything happened till date is matching with this Bible. And for sure, the rest of the things which is going to come will match with this Bible. Amen. Jesus. Hallelujah. It says that my elected people will join with me. They will judge this world. Hallelujah. ലോ പഠിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട് ലോ പഠിച്ചവര്? ലോയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കൂടെ എനിക്കൊന്ന് അഡ്വക്കേറ്റ്സ് ആയിരുന്നു അല്ലെ? ബാരിസ്റ്റേഴ്സ് ആയിരുന്നു നമ്മുടെ ചർച്ചയിലില്ലാന്ന്. ബ്രദർ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. ആ സിസ്റ്റർ ഉണ്ട്, ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. ആ സിസ്റ്റർ അഡ്വക്കേറ്റ് ആണ്. സിസ്റ്റർ ഒരു അഡ്വക്കേറ്റ് നമ്മുടെ കൂടെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ പറയാം, ഇന്ന് ഒരാളെ ഉള്ളൂ നമ്മളുടെ കൂട്ടത്തിൽ വാസ്തവത്തിൽ ഇപ്പൊ ഒരു ജഡ്ജായിട്ടിരുന്ന ഒരു ജഡ്ജ്മെന്റ് പറയാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാൾ ഈ ലോകത്തിൽ ഒരു ജഡ്ജായിട്ടിരുന്ന് കേസ് സ്റ്റഡി ചെയ്ത്, അല്ലെങ്കിൽ 2 വാദവും പ്രതിവാദവും ഒക്കെ കേട്ട് അതിന്റെ വിധി പറയാൻ ലോകപ്രകാരം യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ദൂതന്മാരെ വിധിക്കാൻ ലോയിൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിലും സ്വർഗീയ സ്ഥലത്തിരുന്ന് ദൂതന്മാരെ വിധിക്കാൻ ഉള്ള യോഗ്യത ലഭിച്ചവരാണ്. ഇതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ലോട്ടറിക്കാരന് പറയാനുള്ള ആൻസറേ ഉള്ളൂ. ലോട്ടറി അടിച്ച ആൾക്ക് പറയാനുള്ള ആൻസർ എനിക്കറിയില്ല. ഔട്ട് ഓഫ് ഹിസ് ലവ് ഹി ഗേവ് മീ ദാറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരുന്ന ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അത്രയും വർഷം പഠിച്ചു, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ പറ്റൂ. പക്ഷെ ഇതെങ്ങനെയാണ് കിട്ടിയത്? ഔട്ട് ഓഫ് ഹിസ് ലവ് ഹി ടോൾഡ് മീ ദാറ്റ് യെസ് യു ക്യാൻ ജഡ്ജ്. ബൈ ഹിസ് ബ്ലഡ് we got that authority. Hallelujah. കർത്താവിനെ മാറ്റപ്പെടുത്താമോ? ഒരു യോഗ്യതയില്ലാത്തടത്തുനിന്ന് എത്രയൊക്കെ കൊണ്ടിരുത്തിയിരിക്കും. നിങ്ങൾ ദൂതന്മാരെ വിധിക്കേണ്ടതല്ലയോ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ത് ബേസില? ഒരു പഠിത്തവും ഇല്ലാതെ ദൂതന്മാരെ വിധിക്കാനുള്ള അധികാരം അവന്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിന്ന് ഭൂമിയിൽ ഓരോരുത്തരെ ചെറിയ ചെറിയ ആൾക്കാരെയൊക്കെ വിധിച്ചോണ്ടിരിക്കും. ഭയങ്കര രസമല്ലേ? ആൾക്കാരെ വിധിക്കാൻ ഭയങ്കര രസമാണ്. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ആ ആള് കണ്ടോ അവരിങ്ങനെ ചെയ്യുന്നു. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യത്തെ വിധിച്ചോണ്ടിരിക്കാം. വലിയ ജോലി കിടക്കുന്ന, വലിയൊരു പദവിയിൽ ഇരിക്കേണ്ടവര്, ദൂതന്മാരെ വിധിക്കേണ്ടവർ. താങ്ക് യു ജീസസ്. ഇതെല്ലാം കിട്ടിയത് അവന്റെ സ്നേഹത്തിനകത്തുനിന്നാണ്. ഇതെല്ലാം തന്നിട്ടാണ് നമ്മളെ അയച്ചേക്കുന്നത്. കർത്താവ് പറയാം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നിന്നെ എന്നോട് ചേർത്താ പണിത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ നമുക്ക് പലയിടത്തും വായിക്കുമ്പോൾ അറിയാം, ഹീസ് ദ കോർണർ സ്റ്റോൺ. ഒരു വലിയ പ്ലാൻ, ദൈവികമായ വലിയൊരു പ്ലാൻ റോൾ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഭൂമിയിൽ ഞാൻ അയച്ച മനുഷ്യൻ
ആദാമിന് എന്തൊക്കെ അധികാരം കൊടുത്ത് അയച്ചോ അതേ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ വീണ്ടും പിടിച്ചെടുത്ത് ക്രിസ്തുവിൽ പഴയ ആദാമിനേക്കാൾ പവർഫുൾ ആയിട്ട് ഈ ലോകം മുഴുവൻ വാഴുന്നത് കാണാനാണ് നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത്. താങ്ക് യു ജീസസ്. അതുകൊണ്ടാണ് തങ്കബ്രദർ എപ്പോഴും പറയും ഭൂമിയെ വാഴണം വാഴണം എന്ന് പറയുന്നത്. കർത്താവിന്റെ പ്ലാനാ പറഞ്ഞു തരുന്നത്, കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതാ പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും പഠിച്ച് ഇടുക്കത്തിനകത്ത് നമ്മൾ പഠിച്ചു നിൽക്കുന്നതുകൊണ്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് വന്ന രീതി അതായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത്. കർത്താവ് പറയുന്നത് എന്നെ വാഴാനാണ് ഞാൻ അയച്ചിരിക്കുന്നത്, ആദാമിനെ പോലെ വാഴാൻ. ആദാമിന് കൊടുത്തതിനേക്കാൾ അധികാരത്തോടു കൂടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിട്ടേക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആദാമിനേക്കാൾ കൂടുതൽ സ്നേഹം എന്റെ കർത്താവിന് എന്റെ മേലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പോയിന്റഡ് ടൈമിൽ മാത്രമായിരുന്നു. വൈകിട്ട് ഒരു സമയമാകുമ്പോൾ വെയിലാറുമ്പോൾ മാത്രം ദൈവം വന്ന് അവരുടെ കൂടെ നടന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത്. അതേ യേശു ഇന്ന് 24/7 നമ്മുടെ കൂടെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉറങ്ങുമ്പോഴും കർത്താവ് നമ്മുടെ ബെഡിന്റെ സൈഡിൽ വന്ന് കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ഓർത്തേക്ക് എന്റെ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ ഉറക്കുന്നത് എങ്ങനെയായി? അമ്മമാർക്കൊക്കെ അറിയാല്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുമ്പം പോയി അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുക്കൽ ഇതുപോലെ ഈശ്വരൻ നോക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കും? എന്നെ നോക്കി ചിരിക്കുന്ന ഒരു മുഖത്തോടെ ഇരിക്കുന്ന ഒരു യേശു ഉണ്ട്. നമ്മൾ ടെൻഷൻ അടിച്ചെടുക്കാം, നാളെ രാവിലെ എങ്ങനെയാണ് എന്റെ കർത്താവ്, നാളത്തെ കാര്യം എങ്ങനെയാവും. കർത്താവ് പറയാം സകലതും ഒരുക്കി ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കുഞ്ഞ് എഴുന്നേൽക്കുന്നത് നോക്കിയിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു യേശു. നമ്മുടെ അലാം അടിക്കുന്നതിന് മുമ്പേ അവിടെ എഴുന്നേറ്റ് അങ്ങനെ ഇരുന്ന് 24/7 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഒന്നിനെ പറ്റി ഭാരപ്പെടരുത്, എല്ലാം ഒരുക്കി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു യേശു എന്റെ ബെഡ് സൈഡിൽ എപ്പോഴും ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ അലാം അടിക്കുമ്പോൾ ഞാൻ കണ്ണു തുറക്കുന്നു, അല്ലെങ്കിൽ എന്റെ ജോലിക്ക് പോകാൻ ഞാൻ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ട് സ്വർഗത്തിലെ മുഴുവൻ ഡയറക്ഷൻസും കൊടുത്ത് എല്ലാവരെയും സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കർത്താവ്. അത് നാളത്തേക്ക് ദിവസത്തേക്ക് മാത്രമല്ല, അന്ത്യത്തോളം നിത്യത വരെയും ഉള്ളതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വീണ്ടും 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 അത് പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്. എല്ലാം ഒരുങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മളെല്ലാം ഒരുക്കി കഴിഞ്ഞു, എല്ലാം റെഡി ആണെങ്കിൽ പിന്നെയും ഇങ്ങനെ നടന്നു നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ട്? ഈ ഫൈനൽ ചെക്ക് ഓരോന്നും അത് ശരിയാണോ ഇത് ശരിയാണോ ഇങ്ങനെ നോക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ അതിനകത്ത്. എല്ലാം റെഡിയാണ്, പക്ഷെ വീണ്ടും ഒരു അകത്ത് ഇങ്ങനെ ഒരു പിടപ്പ് വരുന്ന സംഭവം. എത്ര പേർക്ക് അത് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ ഒന്നും അല്ലെങ്കിൽ വീടുകളിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലേ. ഒരു വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ എല്ലാം ഒരുക്കി വെച്ചെങ്കിലും നമ്മുടെ അമ്മമാർക്കും ഒക്കെ ഇനി അത് ശരിയായോ ഇത് ശരിയായോ, അത് ആ കറി ശരിയായിട്ടുണ്ടോ ഇത് ശരിയായിട്ടുണ്ടോ. അതിന്റെ കൂടെ തന്നെ ഈ വീട്ടിലെ നാഥൻ ഇടയ്ക്ക് വന്ന് ചോദിക്കും എല്ലാം ഓക്കെ അല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. ഇതുപോലെ തന്നെ സ്വർഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, 24/7 എനിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഓക്കെ അല്ലേ, എന്റെ മോന് വേണ്ടി എല്ലാം റെഡിയാണോ, നിങ്ങളുടെ പേര് കുട്ടി എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജതിക്ക് വേണ്ടി എല്ലാം റെഡിയാണോ, നാളെ നിത്യതയോളം എല്ലാം ഓക്കെ ആണോ. കർത്താവ് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എനിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ദൂതന്മാരോട് ഓരോരുത്തരെ വിളിച്ച് പറയാം, നാളത്തേക്കുള്ളത് അത് റെഡി ആയിട്ടുണ്ടല്ലോ, നാളെ പോകുമ്പോൾ റോഡ് മുഴുവൻ റെഡി ആയിരിക്കണം, യാതൊരു കാര്യങ്ങളും അവനെതിരായിട്ട് വരാൻ പാടില്ല. അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് അറിയിപ്പ് കൊടുത്തു, ഒരൊറ്റ വൈറസ് എന്റെ കുഞ്ഞിനെ തൊടാൻ പാടില്ല. ഹല്ലേലൂയ. ഒരു കാര്യം, ഇന്ന് ഈ കൊറോണയുടെ മധ്യത്തിൽ ആൾക്കാർ നിൽക്കുമ്പോഴും കർത്താവിന്റെ കമാൻഡ് എന്താണെന്നറിയാം, എന്റെ മക്കളുടെ മേൽ ഒറ്റ വൈറസിന് അനുവാദമില്ല. അവിടുത്തെ മെഡിക്കൽ ടീം മുഴുവൻ അലേർട്ടാ. താങ്ക് യു ജീസസ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുമ്പോൾ കർത്താവ് പറയാം, നിന്റെ 7 തലമുറകൾക്ക് വേണ്ടി ഞാൻ ഓൾറെഡി കരുതി കഴിഞ്ഞു. നമ്മൾ 1ഉം 2ഉം തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ആൾക്കാരൊക്കെ പറയും തലമുറ 2-3 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവ് പറയാം, നീ എന്നെ വിളിച്ചാൽ 7 തലമുറക്കുള്ളത് ഞാൻ കരുതും. താങ്ക് യു ജീസസ്. മനുഷ്യൻ കരുതിയാൽ എവിടം വരെ എത്തും, പക്ഷെ കർത്താവ് പറയും നിന്റെ 7 തലമുറകൾക്കുള്ളത് ഞാൻ. നീ എന്റെ നാമം അന്വേഷിക്കുന്നത് കൊണ്ട് നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിശ്ചയം. കർത്താവിന്റെ വലിയ പദ്ധതിക്ക് നമ്മളെ കൊണ്ട് ചേർത്ത് നിർത്തിയിരിക്കുക.
അതുകൊണ്ടാണ് 1 പത്രോസ് നമുക്ക് അതിന്റെ 2-ാമത്തെ അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ പണിതിരിക്കുക. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 2-ാം അധ്യായം 4 മുതൽ നമുക്ക് താഴോട്ടൊന്ന് വായിച്ചു നോക്കാം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന കല്ലിനോട് ചേർത്ത് നമ്മളെ പണിതിരിക്കുക. ക്രിസ്തു എന്ന് പറയുന്ന കല്ലിനോട് ചേർത്ത് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്താണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മളെ എങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ശരിക്കും ആ ഒരു അധ്യായത്തിൽ പറയുന്നത്. താങ്ക് യു ജീസസ്. 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 4 മുതൽ ആണെന്നാണ് എന്റെ വിശ്വാസം. 4 മുതൽ, യെസ്, 2-ന്റെ 4 മുതൽ. അതെ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പൗലോസിന്റെ പത്രോസിന്റെ ശൈലി ഇവിടെ ശരിക്കും പൗലോസിന്റെ കോപ്പി ചെയ്തപോലെ എഴുതി വെച്ചേക്കുന്നില്ലേ. സാധാരണ പത്രോസ് എഴുതുമ്പോൾ പലപ്പോഴും 1-2 വാക്യങ്ങൾ കൊണ്ടൊക്കെ അത് ചെറുതായിട്ട് മുറിച്ചായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ വാക്യത്തിനകത്ത് പൗലോസിന്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് പത്രോസിനും നമുക്ക് കാണാം. ഒരിത്തിരി നീളം കൂടുതലാണ്. ഇതിന്റെ ഇംഗ്ലീഷ് കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട്, chapter 2 verse 4, coming to him as to a living stone, rejected indeed by men, but chosen by God and precious, you also as living stones are being built up a spiritual house, a holy priesthood, to offer up spiritual sacrifices acceptable to God through Jesus Christ. Hallelujah. So you also, ഇതിനകത്ത് ആദ്യം പറയുന്ന വാക്ക് coming to him. Where we are coming? We are coming to Jesus. By coming to Jesus, to a living stone, because he is a living stone. As a living stone, he has been chosen as a living stone. എന്ന് പറഞ്ഞാൽ ജീവനുള്ള കല്ല. ഇതിനകത്തുനിന്ന് നന്മയും സമൃദ്ധിയും ഒക്കെ പുറപ്പെടുവിക്കാൻ പറ്റുന്നൊരു റിസോഴ്സായി. എന്തെങ്കിലും നമുക്ക് പറയാം, ഇപ്പം കറണ്ട് ഇല്ലാത്തൊരു പ്ലഗ് പോയിന്റില് ഒരു സപ്ലൈയും ഇല്ല. കറണ്ട് ഇല്ലാത്ത പ്ലഗ് പോയിന്റിൽ കൊണ്ടുവന്ന് പ്ലഗ് കുത്തിയാൽ എന്തെങ്കിലും വർക്ക് ചെയ്യും? പ്ലഗ് കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലഗ് കുത്തിയിട്ടുണ്ട് അല്ലേ. ഗാഡ്ജറ്റ് ഹാസ് ബീൻ പ്ലഗ്ഡ് ബട്ട് ദർ ഇസ് നോ പവർ. ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും ആശ്രയം വെച്ച് അല്ലെങ്കിൽ അവനോട് ചേർത്ത നമ്മളെ പണിതി, വേറെ ആരിലെങ്കിലും നമ്മളെ ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ യൂസ്. ബട്ട് ദിസ് സ്റ്റോൺ, ജീസസ്, is having life. So if you are getting connected with him, you will see the result, because life will pass to you. നിങ്ങളിലേക്ക് ആ ലൈഫ് വരാൻ പറ്റും. കാരണം യേശുവിൽ ലൈഫ് ഉണ്ട്. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെ? ഇത് ദൈവ പദ്ധതിയാണ് പറയുന്നത്. നിങ്ങളെ എവിടെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ലിവിങ് സ്റ്റോണിനകത്തേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആസ് യു വിൽ ഓൾസോ ബിക്കം അലൈവ്. കർത്താവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് പറയുന്ന സ്പിരിച്വൽ ഹൗസ്. തൊട്ട് മുമ്പത്തെ കമ്മിങ് ടു ഹിം ആസ് ടു എ ലിവിങ് സ്റ്റോൺ, റിജക്റ്റഡ് ഇൻഡീഡ് ബൈ മെൻ. ലോകത്തിന് മനസ്സിലായില്ല യേശുവിന്റെ ഈ ജീവനുണ്ട്. ഈ വിശ്വാസത്തിൽ യേശുവാണ് എന്റെ കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈഫിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നെന്ന് ലോകത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാ പലരും പറയുന്നത് അവൻ കൈയടിക്കുന്നവനാണ്, പാട്ട് പാടുന്നവനാണ്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനാണ്, പെന്തിക്കോസുകാരനാണ് അല്ലെ. പല സംഗതികളൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലിവിങ് സ്റ്റോണിലേക്ക് അല്ലെങ്കിൽ പവർ ഉള്ള ഒരു റിസോഴ്സിലേക്കാണ് എന്റെ പ്ലഗ് കുത്തിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ലോകം റിജക്ട് ചെയ്തവനെ. ആരെങ്കിലും യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ യേശുവിനെ അംഗീകരിച്ചോ? ഇല്ല. പക്ഷെ വചനം പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങി. ഹല്ലേലൂയ. ഇന്ന് ആരുടെ കൂടെ നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ വിശേഷണം മുഴുവൻ പറഞ്ഞ്, അതായത് സകലതിന്റെയും അധിപനായി സകലതിന്റെയും മുകളിൽ റെയിൻ ചെയ്യുന്ന കർത്താവിന്റെ കൂടെ നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ദ എബിലിറ്റി ടു റെയിൻ എവറിഥിങ്, every situation. And then it says, rejected indeed by men, but chosen by God and precious, you also as living stones are being built up a spiritual house, a holy priesthood,
to offer up spiritual sacrifice acceptable to God through Jesus Christ. നമ്മൾ പലപ്പോഴും പറയില്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ കാര്യം നടക്കുമെന്ന് പലരും നമ്മളോട് പലപ്പോഴും പറയാൻ സാധ്യത എന്തുകൊണ്ടാണെന്നറിയാം അത് കിട്ടിയത്. ഞാൻ ഒരു ഓഫറിംഗ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു കമാൻഡ് പറഞ്ഞാൽ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ബൈ ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. എന്റെ അധികാരം എവിടെ നിന്ന് കിട്ടിയേക്കും? ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം അനുവദിച്ചാൽ, ഈ ഭൂമിയിൽ നമ്മൾ പറയത്തില്ലേ, ഞാൻ ഭൂമിയിൽ കെട്ടുന്നതിനെ നീ ഭൂമിയിൽ കെട്ടുന്നതിനെ ഞാൻ സ്വർഗത്തിൽ കെട്ടുകയും നീ ഭൂമിയിൽ അഴിക്കുന്നതിനെ ഞാൻ സ്വർഗത്തിൽ അഴിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന അധികാരം എന്തുകൊണ്ടാണ്? ത്രൂ ക്രൈസ്റ്റ്. when we are offering something, when we are speaking something out, God will sanction it through Jesus. Because we got that authority through Jesus because we have been connected to him. But the world will never realize it. അവരെപ്പോഴും നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കും, അവർ പല കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ, കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിടുതൽ നിങ്ങളുടെ കയ്യാൽ അല്ലാതെ നടക്കത്തില്ല. അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാതെ അവരുടെ വിടുതൽ നടക്കത്തില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയാം, നിങ്ങളെ അവനിൽ ചേർത്ത് പണിതിരിക്കുക. ഈ യേശുവിൽ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ദാറ്റ് ലൈഫ് വിൽ കം ടു യു, ദാറ്റ് വിൽ കം ടു അസ്. ആ പവറിനകത്ത് അതുകൊണ്ട് നമുക്കറിയത്തില്ല. പ്ലഗ് സപ്ലൈ ഉള്ളതിനകത്ത് കുത്തിയിട്ട് ഇപ്പുറത്തെ അടുത്ത് കൈ പിടിച്ചിട്ട് എനിക്ക് ഷോക്ക് അടിക്കത്തില്ലെന്ന് ആരെങ്കിലും പറയും? ഇല്ല. അതിൽ പ്ലഗ്ഡ് ആണോ, സപ്ലൈ അതിനകത്തുണ്ടോ, പവർ വിൽ ബി ദെയർ. ഇന്ന് യേശുവായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഫിംഗർ ടിപ്പ് വരെ അവന്റെ അഭിഷേകം നിറഞ്ഞു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. when we walk, I saw that, I felt it, I saw that when you are totally connected with Jesus, when you walk, literally in the spiritual world, fire will drip from your body. Can you believe it? When you walk, fire, flames will drip from your body. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും തീ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മീയ ലോകത്തിൽ ശരിക്കും അതാണ് നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ ഒരു അനുഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, എറണാകുളം ചർച്ചിൽ, നമ്മുടെ എറണാകുളം ചർച്ചിൽ പ്രാവശ്യം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്രദറുണ്ട്. പുള്ളി കുറച്ചു പേർക്ക് പൊന്നുമോൻ ബ്രദർ എന്ന് പറയുന്ന ബ്രദറിനെ അറിയാം. പുള്ളി പൊന്നുമോൻ എന്നാണ് വിളിക്കുന്നത്. കാരണം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ പൊന്നുമോനാണ് ഞാൻ എന്ന് എപ്പോഴും പറയാറുള്ളതുകൊണ്ട് പുള്ളി എല്ലാവരും കളിയാക്കി പൊന്നുമോൻ ബ്രദറെ എന്നാണ്. ബ്രദറിന്റെ പേര് ഞാൻ മനോജ് ബ്രദർ. എറണാകുളം ചർച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കോട്ടയത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മനോജ് ബ്രദർ സ്റ്റേജിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് സൂസൻ അന്നേരം ഒരു കാര്യം പറഞ്ഞു. മനോജ് ബ്രദർ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി ഇതൊന്നും അറിയുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ വിരലിന്റെ തുമ്പത്തൊന്ന് ഫയർ ഇങ്ങനെ തീ പൊങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഫ്ലെയിംസ് പറന്നുകൊണ്ടിരിക്കുക മുകളിലോട്ട്. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ കാറിൽ തിരിച്ചു പോകുമ്പോൾ സൂസന്റെ ചേച്ചി പറഞ്ഞു, ഇന്ന് മനോജ് ബ്രദറിന്റെ കയ്യിൽ നിന്ന് ഫ്ലെയിംസ് പൊങ്ങുന്ന കാണായിരുന്നു. ഇവര് രണ്ടുപേരും ഒരേ കാഴ്ചയാണ്. സൂസൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അതിനെ മുമ്പേ തന്നെ ചേച്ചി പറഞ്ഞു, മനോജ് ബ്രദർ ഒന്ന് ആരാധിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ തീ പറക്കുന്നുണ്ടായിരുന്നു. സൂസൻ അത് കഴിയുമ്പോഴാണ് പറയുന്നത്, ഞാനും ഇത് തന്നെയാണ് കണ്ടത്. നമ്മൾ ആരും ഇതൊന്നും അറിയുന്നില്ല. ആ മനോജ് ബ്രദറിനാണെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിക്കവാറും അതിശയിച്ച് വാ പൊളിച്ചു നിൽക്കും. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കർത്താവിനോട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ നിങ്ങളിൽ നിന്നും അഗ്നി പുറപ്പെട്ടോണ്ടിരിക്കും. ഒരു യോഗ്യതയുമില്ല, പക്ഷെ അവന്റെ കൃപയാൽ ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിതിരിക്കുന്നത് കൊണ്ട്, താങ്ക് യു ജീസസ്, നിങ്ങളിൽ വന്നിരിക്കുന്ന പവർ, അല്ലെങ്കിൽ നിങ്ങളിൽ ആരോപിക്കപ്പെട്ടിരിക്കുക, നിങ്ങളുടെ മേൽ ശരിക്കും പറഞ്ഞ ഇംപ്യൂട്ട് ചെയ്തിരിക്കുക. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഇംപ്യൂട്ടഡ് അപ്പോൺ. ആ പവർ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. താങ്ക് യു ജീസസ്. ഇത് മുഴുവൻ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്ന, കർത്താവേ എന്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ, എന്റെ കാര്യങ്ങളിലെല്ലാം എപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ സോഴ്സിലേക്ക് കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്റെ സോഴ്സ് യേശുവാ എന്ന് വിളിച്ചു പറഞ്ഞു. എന്റെ സോഴ്സ്, എന്റെ റിസോഴ്സ് മുഴുവൻ അവിടെ.
എന്റെ ആശ്രയം യേശുവിൽ. അവനിൽ നിന്നും വേണ്ടതെല്ലാം എനിക്ക് തക്ക സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. എന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ, എന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ, അത് ഈ ലോകത്തെ ജയിച്ചവൻ തന്നെ. താങ്ക് യു ജീസസ്. അകത്ത് കിടക്കുന്നവനെ നമ്മൾ പലപ്പോഴും പിടിച്ചിങ്ങനെ ചവിട്ടി താഴ്ത്തി ഇട്ടിരിക്കുക. പുറത്തോട്ട് വരാൻ നമ്മൾ അനുവാദം കൊടുക്കാത്ത. നമ്മൾ എന്നെ ഒന്ന് തുറന്നു വിട്ടെ, എന്നെ ഒന്ന് അനുവദിച്ചേ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അറിയാതെ സ്ലിപ്പ് ചെയ്യും. നമ്മൾ ആ പ്രശ്നത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് കർത്താവ് ഇടുന്നുണ്ട് നമ്മളെ പുറത്തു നിന്നിട്ട് വിളിക്കുന്നത്, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്നെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. ഹല്ലേലൂയ. പത്മോസ്ലിയിൽ പോയപ്പോ യോഹന്നാനും അത് തന്നെ സംഭവിച്ചത്. തലയോട്ടി ചുറ്റും കിടക്കുന്ന, നേരത്തെ വന്ന് മരിച്ചവരുടെ മുഴുവൻ കാര്യങ്ങളും കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് നേരെ പുറകിൽ വന്നുകൊണ്ട് പറയാം, നീ ഇവിടെ കയറി, ഇവിടോട്ടൊന്ന് വന്നേ, ഇവിടെ കയറി വന്ന് നോക്കിക്കേ. നമ്മളെല്ലാവരും താഴോട്ട് ഇറങ്ങും. എപ്പോഴും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന്റെ അടുക്കലോട്ട് താഴോട്ട് ഇറങ്ങിച്ചില്ല. കർത്താവ് പറയാം, നീ മുകളിൽ നിന്ന് നോക്ക്, നീ മുകളിൽ നിന്ന് തന്നെ നോക്കി. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യം എനിക്ക് പറയും. നമ്മൾ മുകളിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം കേട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ അവൻ അത്ഭുതം ചെയ്തിരിക്കും നിശ്ചയം. കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അതായത് കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ ആ പ്രശ്നത്തിനകത്തേക്ക് പോയി വീണ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് പിന്നെ അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. പക്ഷെ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ കർത്താവ് നമ്മളെ അവിടെ വെച്ച് ബലപ്പെടുത്തും. എന്റെ ജീവിതത്തെ ഞാൻ പല സമയത്തും അനുഭവിച്ചിട്ടുള്ള കാര്യം, ഈ ദുബായ് വെച്ച് ഞാൻ മിഡിൽ ഈസ്റ്റ് ആയിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, അന്നത്തെ കാലത്തൊന്നും തങ്കു ബ്രദർ ദുബായിൽ വരുന്ന പരിപാടിയില്ല. ആദ്യ കാലങ്ങളിൽ ചർച്ച തുടങ്ങിയ സമയത്ത് തങ്കു ബ്രദർ എപ്പോഴും പറയും, ദുബായ് വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദുബായ് തന്നെയാണ് തങ്കു ബ്രദർ. അന്നത്തെ കാലത്തൊക്കെ ഒന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ വരത്തില്ല, നിങ്ങൾ അവിടെ ചെയ്താൽ മതി, ഞാൻ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറയും. എപ്പോഴും അങ്ങനെ പറയും. വല്ലപ്പോഴും ഒന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഘോഷമാണ്. കാര്യം ആകെപ്പാടെ നോക്കിയിരിക്കുമ്പോഴാണ് ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ഒന്ന് വരുന്നത്. ഞാൻ എന്റെ ജീവിതത്തെ അറിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പലപ്പോഴും തങ്കു ബ്രദർ വരുന്ന സമയത്ത് എല്ലാം എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങി ഈ മീറ്റിങ്ങിന് പോകാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ്. പക്ഷെ അത് ലാസ്റ്റ് മൊമെന്റിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാറും. പക്ഷെ എന്നാലും ഒരു സ്ട്രെസ്സിനകത്തൂടെ പോയിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആ സമയത്ത് ഷാർജയിലെ ട്രാഫിക്കിൽ ദുബായിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഷാർജയിലായിരിക്കും നമ്മുടെ മീറ്റിംഗ് വെക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെല്ലാൻ. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, മെയിൻ മീറ്റിംഗ് അന്ന് നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞതും കൂടെയാണ്, നേരത്തെ വരണം, എന്തോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങണം. അപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നു. സൂസനെയും റിക്കി മാത്രമേ ഉള്ളൂ. റിക്കിയെ പിക്ക് ചെയ്ത് നേരെ എനിക്ക് ഷാർജ വരെ ചെല്ലണം. സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയം. ആ സമയത്ത് എനിക്കന്ന് ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് അവിടെ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവരുടെ ഒരു സിസ്റ്റത്തില് ഇന്ന് നമ്മളുടെ ഇപ്പൊ കാനഡയിലെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു $700,000, ഏതാണ്ട് $1 million അടുപ്പിച്ച് ഡോളേഴ്സിന്റെ ലിക്വിഡ് ക്യാഷ് എനിക്ക് ഹാൻഡിൽ ചെയ്യും. കാര്യം അവിടെ അങ്ങനത്തെ ആ ഒരു ബിസിനസിന്റെ സിറ്റുവേഷൻ, അതായത് ക്യാഷ് കയ്യിൽ വേണം. ഇപ്പൊ ഈ ക്യാഷിന്റെ മുഴുവൻ കസ്റ്റോഡിയൻ ഞാൻ. അപ്പൊ ഓരോ ദിവസവും ഇതിന്റെ മുഴുവൻ അക്കൗണ്ട്സ് നോക്കി ടാലി ചെയ്തത് എന്റെ ഒരു പാർട്ട് ഓഫ് ദ ജോബായിരുന്നു. പക്ഷെ അത് കാര്യം അവർ ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത്രയും പൈസ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ചെസ്റ്റിനകത്ത് അത് വെച്ചിരിക്കുന്നത്. ആ ചെസ്റ്റിനകത്തെ സംഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് അറിയാമല്ലേ, മിഡിൽ ഈസ്റ്റിൽ ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്തും നമ്മളെ ഏൽപ്പിക്കും. അന്ന് എന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് ഒരു 3-4 നല്ല ഒന്നാം തരം വേൾഡ് ക്ലാസ് പിസ്റ്റൾസും റിവോൾവേഴ്സും, അവരുടെ അതായത് ഷെയ്ഖിന്റെ ഒക്കെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ ഉപയോഗിക്കുന്ന പേഴ്സണൽ സാധനങ്ങൾ അവർ എൻ്റെ കയ്യിലാണ് കൊണ്ട് തരുന്നത്. അതിന്റെ ബുള്ളറ്റ്സ് ഇതെല്ലാം കയ്യിലിരിപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ കസ്റ്റോഡിയനായിട്ട് നമ്മളെ വെച്ചിരിക്കുക. അന്ന് ഈ ക്യാഷ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്നും ക്യാഷ് ഞാൻ ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് ക്യാഷ് ഓഡിറ്റ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്റെ ഫ്രണ്ട്സാണ്. അവർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ, ഞാൻ രാവിലെ വരുവേന്ന് പറയും. അപ്പൊ ക്യാഷ് എല്ലാ ദിവസവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് വിളിക്കുന്നത്. തങ്കുബ്രദറിന്റെ മീറ്റിംഗ് ഉണ്ട്, അന്ന് എനിക്ക് ക്യാഷ് ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് ഒരു എക്സൽ ഷീറ്റിലാണ് ഉണ്ടാക്കി വെക്കുന്നത്, എനിക്ക് എളുപ്പത്തിന്. അന്ന് സൂക്ഷ്മം പോലെ ഞാൻ എല്ലാ ദിവസവും ക്യാഷ് ഒരു ഫിൽസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ടാലി ചെയ്ത് എനിക്ക് കിട്ടും.
ഒരു ബുദ്ധിമുട്ട്. അന്ന് ആ മീറ്റിങ്ങിന് പോകേണ്ട സമയത്ത് ഞാൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഓഡിറ്റ് തുടങ്ങും. അവരുടെ ക്യാഷ് ഓഡിറ്റ് സ്പെഷ്യലി ഓഡിറ്റ് തുടങ്ങുന്ന അന്ന് 7 മണിക്ക്, പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ക്യാഷ് ഫണ്ട് രാത്രി ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ 200,000 dirhams ഷോർട്ട്. തങ്കുപുറന്റെ മീറ്റിങ്ങിന് എനിക്ക് 7:30 ചെല്ലണം. ഞാൻ ആകെ ശരിക്കും പറഞ്ഞു ഞാൻ അന്നേരം നമ്മളെ പ്രശ്നത്തിലേക്കാ. ഞാൻ വിചാരിച്ചു ദൈവമേ എന്താ ഇത് സംഭവിക്കുന്നത്, കർത്താവ് ഇത് എന്താ, എനിക്ക് അവിടെ ചെല്ലുകയും വേണം, ഞാൻ ഇവരെ എടുത്തോണ്ട് എങ്ങനെ ഞാൻ അരമണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നന്നായിട്ട് ഞാൻ സ്ട്രെസ്ഡ് ആയി. കാരണം ഞാൻ ഒരിക്കലും സംഭവിക്കുക 200,000 എനിക്ക് വേറെ ഒരു വഴിയില്ലാതെ മേക്കപ്പ് ചെയ്യാൻ. പിറ്റേ ദിവസം 7 മണിക്ക് ഈ സാധനം ടാലി ചെയ്ത് കൊടുക്കണ്ട. കുറെ നേരം കഴിഞ്ഞപ്പോൾ എബി ബ്രദറിന്റെ അവിടെ നിന്ന് മെസ്സേജും വന്നു, വരുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അത് വരും, ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. കാര്യം എനിക്കത് നോക്കാൻ പോലും സൂസൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, കറക്റ്റ് സമയത്ത് എത്തത്തില്ലേ, നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ റോഡിൽ കൂടെ ഏകദേശം കാണാം ട്രാഫിക് ഷാർജ വരെ ഉള്ളത്. നമ്മുടെ 401 മാറി നിൽക്കും. ആ സമയത്ത് ഞാൻ ഈ പ്രശ്നത്തെ നോക്കി കുറെ നേരം വരും. എനിക്ക് എന്ത് ചെയ്താ മനസ്സിലാവുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും തിരിച്ചും മറിച്ചു വിട്ട് നോക്കുന്നുണ്ട്. കാര്യം ഞാൻ റൂം ക്ലോസ് ചെയ്ത അവസാനം. അപ്പൊ എല്ലാവരും പോയി റൂം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് റൂം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തോണ്ടിരിക്കും. ഓഫീസിൽ നിന്ന് വീട് വരെ ഡ്രൈവർ കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ ഞാൻ ആ വണ്ടി എടുത്ത് പോകേണ്ടി വരും. ഞാൻ പുള്ളിയെ അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്തിട്ടിരുന്ന് ഞാൻ ഈ പ്രശ്നത്തിൽ നോക്കിയിരിക്കുക. ഇന്ന് ഞാനിത് ഷെയർ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നത്തിൽ നോക്കുന്ന നമുക്ക് ഓരോരുത്തരും, ഞാൻ എന്നോട് തന്നെ വീണ്ടും സംസാരിക്കും, പ്രശ്നത്തിൽ നോക്കുന്നിടത്ത് പെട്ടെന്ന് കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് നാളെ അരമണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വെക്കാം രാവിലെ. ഞാൻ പറഞ്ഞു മാറ്റി വെക്കാം. ആ ശബ്ദം കേൾക്കാൻ ഒത്തിരി നേരം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്നെ ഒത്തിരി നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്. ഞാൻ പ്രശ്നത്തിന്റെ വിളി കേട്ടോണ്ടിരിക്കും. പക്ഷെ എവിടെയോ വെച്ച് കർത്താവിന്റെ വിളിയുടെ വോയിസ് കൂടിയിട്ടല്ല, എന്റെ ശ്രദ്ധ എങ്ങനെയോ ഒന്ന് മാറി ഞാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, ശബ്ദം ഫീബിൾ ആണെങ്കിലും ശ്രദ്ധ അങ്ങോട്ടും തിരിച്ച്. പ്രശ്നത്തിന്റെ ശബ്ദം ഭയങ്കര ഹാർഷാണ്. നമ്മളെ നോക്കി സംസാരിക്കുന്ന പ്രോബ്ലത്തിന്റെ സൗണ്ട് ഭയങ്കര ലൗഡാ. കർത്താവിന്റെ സൗണ്ട് പക്ഷെ വളരെ സോഫ്റ്റാണ്. പക്ഷെ ആ സോഫ്റ്റ് സൗണ്ടിലേക്ക് ചെവി ഒന്ന് തിരിച്ചാൽ ഈ ഹാർഷായിട്ട് കേൾക്കുന്ന ശബ്ദത്തിന്റെ മുകളിൽ കയറി നിൽക്കാനുള്ള വഴി അവൻ കാണിക്കും. അന്ന് ആ ചെറിയ ശബ്ദത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചപ്പോ കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നാളെ അരമണിക്കൂർ എന്റെ കൂടെ ഇരിക്കാമോ രാവിലെ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇരിക്കാം. എങ്കിൽ ഈ സേഫ് ലോക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ടാലി ചെയ്യാൻ നിൽക്കാതെ സേഫ് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുക. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ ഓഫീസിലെത്തും. കർത്താവ് വ്യക്തമായിട്ട് പറയാം, 6 മണിയാകുമ്പോൾ നീ ഓഫീസിലെത്താം, 5 മിനിറ്റ് കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും, ബാക്കി സമയം നീ എന്റെ കൂടെ ഇരുന്നിട്ട് 7 മണിക്ക് ഓഡിറ്റ് തുടങ്ങിക്കും. അന്ന് എന്റെ ബുദ്ധി അപ്ലൈ ചെയ്താൽ ഞാൻ പറയും, ഇല്ല കർത്താവ് ഇത് ടാലി ചെയ്യാതെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൂട്ടിയിട്ട് ഇറങ്ങി, 200,000 പ്രശ്നം ഞാൻ നാളെ പരിഹരിച്ചു കാണിക്കും, നീ മീറ്റിങ്ങിന് പോകും. അന്ന് അവിടെ വെച്ച് ആ ധൈര്യത്തിൽ, കർത്താവ് പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ സേഫ് ലോക്ക് ചെയ്തു. ടാലി അല്ല, 200,000 ഷോർട്ടാണ്. പിറ്റേ ദിവസം 7 മണിക്ക് ഓഡിറ്റ്. കർത്താവ് നീ പൂട്ടിയിട്ട് ഇറങ്ങിക്കോ, 6 മണിക്ക് നാളെ രാവിലെ വന്നാൽ മതി, 5 മിനിറ്റ് കൊണ്ട് ഞാൻ സോൾവ് ചെയ്തിട്ട് ബാക്കി സമയം നമുക്ക് സംസാരിക്കാം. ആ ഡീൽ ഞാൻ എഗ്രി ചെയ്തു. ഞാൻ ലോക്ക് ചെയ്തു, നേരെ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കർത്താവ് 6 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഓഫീസിൽ 6 മണിയായപ്പോൾ എത്തി വന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, നോക്കിയപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഷോർട്ടേജ് കിടക്കുന്നു, എല്ലാം ഉണ്ട്. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് ഒരു വാക്ക് പറഞ്ഞു, സെൽ നമ്പർ, എക്സൽ ഷീറ്റിലെ സെൽ നമ്പർ കാണിച്ചത് ഞാനിപ്പോഴും അത് എന്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് C14 എന്ന് പറയുന്ന സെല്ല്, നീ C14 ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞു. ഞാനിത് എന്നും മാക്രോയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഈ C14 എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിന്റെ ടോട്ടൽ വരുന്നിടത്ത് എന്റെ ഫോമുല എങ്ങനെയോ മാറിക്കിടക്കും. കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞു, നീ C14 ഒന്ന് ചെക്ക് ചെയ്തേ. ഞാൻ C14 ചെക്ക് ചെയ്തപ്പോൾ ദേ കിടക്കുന്നു, അവിടെ തന്നെ ക്ലിയർ ആയിട്ട് ആ മിസ്റ്റേക്ക് അവിടെ തന്നെ കർത്താവ് പോയിന്റ് ചെയ്തു. നമ്മുടെ ആ കഴ്സർ വന്ന് നിൽക്കുന്നത് അവിടെ വന്ന് എന്റെ കർത്താവ് അതായത് നീ C14 ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്തേ. ഞാൻ കറക്റ്റ് ചെയ്തു. 5 മിനിറ്റ് പോലും എടുക്കുന്നതിന് മുമ്പേ ആ 200,000 ഷോർട്ടേജ് അവിടെ വെച്ച് ക്ലിയർ ആയി. കർത്താവ് പറഞ്ഞു, ഇനി എനിക്ക് സംസാരിക്കാമോ? ഞാൻ അവിടെ വെച്ചത് ടാലി ആക്കിയിട്ട് ബാക്കി 50 മിനിറ്റും ഞാനും കർത്താവും കൂടെ 7 മണി വരെ അവിടെ സംസാരിച്ചു.
ഇതാ കർത്താവ്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച 200,000 എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് എവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവ് പറഞ്ഞു 5 മിനിറ്റ് പോലും എനിക്ക് ഇതിനകത്ത് വേണ്ട, നീ പൂട്ടിയിട്ട് ഇറങ്ങിക്കും, നീ എന്റെ രാജ്യവും നീതി അന്വേഷിക്കും, വിട്ടോ ഇവിടുന്ന്, ബാക്കി ഞാൻ നോക്കിക്കോ. നിന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു. നിങ്ങളെ പണിതിരിക്കുന്നത് ഈ കോർണർ സ്റ്റോണിനകത്ത് ചേർത്തിട്ടാണെങ്കിൽ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കായിട്ടുള്ളത് സകലതും അവൻ കരുതി വെച്ചിട്ടുണ്ട് നിശ്ചയം. ഇതാദ്യം കേട്ട വചനം വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു, കർത്താവെ, കൊയ്ത്തായിട്ടില്ല, കൊയ്യാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ എന്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന ആ സമാധാനത്തിനകത്തേക്കാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഐ ആം കമ്മിങ് ഇൻ ടു ദ റെസ്റ്റ്. എന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് കേട്ട ഈ വചനത്തിൽ പറഞ്ഞ പോലെ, അവനെന്ന് പറയുന്ന എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട്, അതിന്റെ ബാക്കി എനിക്ക് വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പെട്ടെന്ന് വേണമെങ്കിൽ മാത്യു, എനിക്ക് തോന്നുന്നു മാത്യു ചാപ്റ്റർ 22-ലാണെന്നാണ്, 21-ലാണെന്നാണ് എന്റെ ഓർമ്മ. ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടെ വചനത്തിൽ നിന്ന് ഉറപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 40 മുതൽ അത് പറഞ്ഞു വരുന്നു. 42 വായിച്ചാൽ മതി. വീട് പണിയുന്നവർ, ഞാൻ തന്നെ അത് വായിക്കാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും ആയിരിക്കുന്നു. സകലരും തള്ളിക്കളഞ്ഞ കല്ലിനെ നോക്കി. മൂലക്കല്ലെന്ന് പറഞ്ഞവനെ ആദ്യമേ ലോകം തള്ളിക്കളഞ്ഞ, പക്ഷെ അവന്റെ കൂടെ ചേർത്ത് പണിയാനുള്ളവരെ ഓരോരുത്തരെയും കർത്താവ് പറയാൻ, ലോകം തള്ളിക്കളഞ്ഞ് കുറെ എണ്ണത്തിന് എനിക്ക് വേണം. എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ഞാൻ മൂലക്കല്ലായിട്ട് പണിയപ്പെടുമ്പോൾ, ഐ ആം ദ കോർണർ സ്റ്റോൺ, ആൻഡ് ഇഫ് സം സ്റ്റോൺസ് ആർ ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു മീ, ഐ വാണ്ട് സം റിജക്റ്റഡ് സ്റ്റോൺസ്. ലോകം മുഴുവൻ നിങ്ങളെ പരിഹസിച്ചും കളിയാക്കിയും തള്ളി മാറ്റി നിർത്തുമ്പോൾ കർത്താവ് പറയാ, ഐ നീഡ് യു, ബിക്കോസ് പീപ്പിൾ റിജക്റ്റഡ് മീ. And I want some people who have been rejected by people to get attached with me and to get built as a big structure. Hallelujah. നമ്മൾ ആദ്യം വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ പിന്നെ പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. രാജാവിന്റെയും പുരോഹിതന്റെയും മുഴുവൻ അധികാരത്തോടെ എല്ലാവരും തള്ളിക്കളഞ്ഞവനെ കർത്താവ് സെലക്ട് ചെയ്തിട്ട് പറയാ, ഗെറ്റ് അറ്റാച്ച് ടു മീ, എന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചേർന്ന് നിന്ന് പണിയാം, ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാം. കർത്താവ് പറയാ, ഇത് വിളിച്ചിട്ട് അവിടെ പറയുന്ന, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും, ഇത് നിങ്ങളെ നോക്കി ജനം പറയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോൾ ലോകം പറയുന്നതാണ്, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മളുടെ ദൃഷ്ടിക്ക് ആശ്ചര്യമായിരിക്കുന്നു. അൺബിലീവബിൾ. ഹല്ലേലൂയ. ഇന്ന് അതിര് വിശാലമാക്കിക്കോണം. ഞാൻ എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ വീട്ടിലെ ഈ ഭവനത്തിനകത്തേക്കാണ് ഞാൻ ഈ വാക്കിനെ ഏറ്റെടുക്കുന്ന. അതിരുകളെ വിശാലമാക്കിക്കോ, റെഡിയാക്കിക്കോ. ഇത് കർത്താവിനാൽ സംഭവിച്ചു എന്ന് ലോകം പറയണമെങ്കിൽ അതിനുവേണ്ടി കുറെ സ്പെസിമെൻസിനെ കർത്താവിന് ആവശ്യമുണ്ട്. സ്പെസിമെൻസിനെ നോക്കിയെടുക്കുക, ഓരോന്നിനെയും ഹാൻഡ് പിക്ക് ചെയ്യുക. ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കർത്താവ് പറയും, എനിക്ക് എന്റെ അടയാളം കാണിക്കണമെങ്കിൽ, ആ പഴയ ഒരു തെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ? പുറത്തിറക്കി നിർത്തിയിട്ട് നക്ഷത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇതുപോലെ അനുഗ്രഹിക്കും. അന്ന് തെരഞ്ഞെടുത്ത ഒരാളെ ആണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഓരോന്നിനെയും കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് പറയും, ഐ നീഡ് എ സ്പെസിമെൻ ടു ഷോ മൈ ബ്ലെസ്സിങ്സ്. എന്നിട്ട് ലോകത്തിനെ കൊണ്ട് കർത്താവിന് പറയിക്കണം, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമായി. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ട് നമ്മളെ നോക്കിയിട്ട്, നമ്മളെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ പറയും, എന്നെ നോക്കണ്ട, വെള്ളിയും പെണ്ണും എനിക്കില്ല, എനിക്ക് കിട്ടിയ ഒരു കാര്യമേ ഉള്ളൂ, യേശു, അവനിലേക്ക് നോക്കും. ഹല്ലേലൂയ. നമ്മളൊരു സൈൻ ബോർഡാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. എന്നെ നോക്കുമ്പോൾ, ആ സൈൻ ബോർഡ് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല റിഫ്ലക്ടറും ഒക്കെ ആയിരിക്കും, എല്ലാവരും നോക്കുന്ന ഒരു സൈൻ ബോർഡാണ്. പക്ഷെ നമ്മുടെ കൈ എങ്ങോട്ടാ ചുണ്ടുന്നതെന്ന് അറിയാം. ലുക്ക് അറ്റ് ഹിം, എന്നെ അനുഗ്രഹിച്ചു, ലുക്ക് അറ്റ് ഹിം. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം കാണിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തെ ഉറപ്പിക്കും. ആ വചനത്തിന്റെ താഴേക്ക് പിന്നെ പറയുന്നുണ്ട് അവിടെ, അതിന്റെ താഴേക്ക് പറയുന്നിടത്ത്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഇസ്രായേലിനോടാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിന്റെ ഫലം കായ്ക്കുന്ന ഒരു ജാതി വരുന്നുണ്ട്, ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, പക്ഷെ യേശു ക്രിസ്തു മുഖാന്തരം
ഇസ്രായേലിന്റെ സകല അനുഗ്രഹങ്ങളും വിശ്വാസത്താൽ എന്റെ മേൽ വരുന്നു എന്ന് പറയുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവിന്റെ വചനം പറയുക. അത് ഫലം കായ്ക്കുന്നവന്റെ മേൽ, ഇത് ഫലം കായ്ക്കുന്ന ആരാന്നറിയാം? ഇസ്രായേലിന്റെ മേൽ നിന്ന് ഫലം കായ്ക്കുന്നുണ്ടല്ലേ പഴയ വാഗ്ദത്തത്തിന്റെ, അതിനേക്കാൾ 100 മടങ്ങ് ഫലം കായ്ക്കുന്നവന്റെ മേൽ ഈ വചനം ഞാൻ അയക്കും. അത് നിങ്ങൾ ഓരോരുത്തരെയും. താങ്ക് യു ജീസസ്. കർത്താവ് പറയാം, അതിൽ നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയും, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അത് അവനെ ധൂളിപ്പിക്കും. ഹല്ലേലൂയ. ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും ഫൈറ്റ് ചെയ്താൽ, ഹല്ലേലൂയ, നമ്മളോടല്ല ഫൈറ്റ് ചെയ്യുന്നത്, കർത്താവിനോടാ ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഗതി വരുമ്പോൾ ഒരൊറ്റ കാര്യം ഉദ്ദേശിച്ചാൽ മതി, നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ല. നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നമ്മളില്ല അവിടെ. ഹല്ലേലൂയ. സ്ഥാനപ്പെട്ട ഓരോരുത്തരോടും ഞാൻ പറയാം, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, നിങ്ങളല്ല അവിടെ നിൽക്കും. They are fighting with Jesus. ഹല്ലേലൂയ. പൗലോസിനോട് അതുകൊണ്ട് തന്നെ കർത്താവ് ആദ്യം ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിനോട് എത്ര നീ ഉതയ്ക്കുന്നത്? കിക്കിംഗ് ദ തോൺസ്. എങ്ങനെ ഇരിക്കും മുള്ളിനിട്ട് തൊഴിച്ചാൽ? നിങ്ങളല്ല ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നു. നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ട് ഒരു സ്കീം പ്ലാൻ ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ടല്ല സ്കീം ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾ സീനിലില്ല. They are scheming against Jesus, the Lion of Judah. ഹല്ലേലൂയ. അതിനെതിരായിട്ടുള്ള സ്കീം എല്ലാം നടക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കല്ലിന്റെ മേൽ, അതായത് ഈ കല്ലുമായിട്ട് ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്ന ഓരോന്നിന്റെ മേൽ ഏതെങ്കിലും വന്ന് വീണാൽ അവൻ തകർന്നു പോകും. ഞാൻ ഏതിന്റെയെങ്കിലും മേൽ വീണാൽ, എന്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ, എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ, എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒരു ശാപവാക്ക് പോലും എന്റെ വായിൽ നിന്ന് പുറപ്പെടത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്ന് യേശുവെ എന്താണ് എനിക്ക് ഇങ്ങനെയെന്നൊരു വാക്ക് എന്റെ ഹൃദയം ഒന്ന് ഇടറിയാൽ, ഞാൻ ഒരു കാര്യം ഇരിക്കുന്നവരോട് ഓരോരുത്തരും ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ ഒരു അക്ഷരം പോലും മിണ്ടണ്ട. കർത്താവിന് വിട്ടുകൊടുത്തു, മിണ്ടാതെ ഇരുന്നു. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വേരുണങ്ങി കരിഞ്ഞു പോകുന്നത് നിങ്ങൾ തന്നെ കാണും. ഹല്ലേലൂയ. ഒരാളെ പോലും ശപിക്കാൻ നിൽക്കണ്ട. ഒരാളെ പോലും അവര് മോശമാണ്, അവർക്ക് അതാണ്, അവരെനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു പറയണ്ട. മിണ്ടാതെ നീതിയായി വിധിക്കുന്നവന്റെ കയ്യിലേക്ക് യേശു ഏൽപ്പിച്ച പോലെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന നീളക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ കല്ലിനോട് ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഐ ആം കണക്റ്റഡ് വിത്ത് ജീസസ്. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ന് പ്രശ്നത്തിനകത്തോട്ട് നമുക്ക് നോക്കണ്ട. പ്രശ്നത്തിനകത്ത് നമ്മൾ അറിയാതെ നോക്കി പോകും. പക്ഷെ ഇന്ന് ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു അലേർട്ട് കർത്താവ് തരിക. എനിക്കും കൂടെ ഉൾപ്പെടെ ഇന്ന് അലേർട്ട് കിട്ടുന്നത്. പ്രശ്നത്തിലേക്ക് നോക്കരുത്, എന്നിലേക്ക് നോക്കുക. ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ ഒരു പരിഹാരം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഞാൻ അന്ന് എത്ര നേരം കിടന്ന് പണിതാലും എനിക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പിറ്റേ ദിവസം 5 മിനിറ്റ് കൊണ്ട് ഇന്ന സെല്ലിൽ ഇഷ്യൂ കിടപ്പുണ്ടെന്ന് അവൻ കാണിച്ചു തരുമ്പോൾ, അതുപോലെ ഓരോരുത്തരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ കർത്താവിന്റെ റെഡി ആയിട്ടിരിക്കുക. അങ്ങോട്ടൊന്ന് നോക്കി. ഹല്ലേലൂയ. അവിടേക്ക് നോക്കിയാൽ മതി. അവിടെ ആ നോട്ടം അങ്ങോട്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ കൊയ്ത്ത് നടന്നിട്ടില്ല, പക്ഷെ കളപ്പുരകൾ നിറഞ്ഞവനെ പോലെ ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് പറഞ്ഞു, ഐ എം ടേക്കിംഗ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു അതിനകത്ത്. ഹല്ലേലൂയ. ലോകത്തിൽ മരിച്ചൊക്കെ കഴിയുമ്പോൾ RIP എന്ന് പറയുന്നത് റെസ്റ്റ് ഇൻ പീസ്. നമ്മൾ ഓൾറെഡി RIP. റെസ്റ്റിംഗ് ഇൻ പീസ് എന്ന് പറഞ്ഞ റെസ്റ്റ് ഇൻ പീസ് അല്ല, ലോകം മുഴുവൻ മരിച്ചു കഴിയുമ്പോൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത് നൗ വി ആർ റെസ്റ്റിംഗ് ഇൻ പീസ്. ഇല്ല, എത്ര പേർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ഇങ്ങനെ ഇരുന്നോട്ട് പറഞ്ഞു, കർത്താവേ ഇത് അവന്റെ കൈയാണോ? ആശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇരിക്കാം ഇങ്ങനെ റെസ്റ്റ് ഇൻ പീസ്. ഒരല്പസമയം തന്നെ ഇങ്ങനെ ഇരുന്നു കർത്താവിനെ മാത്രപ്പെടുന്നത് എത്ര പേർക്ക് പറ്റും? ഇങ്ങനെ ആരാധിക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും സഭയിലാണെങ്കിൽ എറിഞ്ഞു ഓടിക്കും നമ്മളെ. ഹല്ലേലൂയ.
ഇതാ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതാ ഞാനിത് വിശ്വസിക്കുക. ഈ ഭാരമെല്ലാം ദൂരെ മാറ്റി എന്നൊക്കെ പറയുമ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ഭാരം മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇവിടെയാണ് ഹൃദയത്തിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ്. റെസ്റ്റിംഗ് ഇൻ പീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇരുന്ന് നോക്കി നാളെ മുതൽ അങ്ങനെ തന്നെ ഇരുത്തും കർത്താവ് എന്ന് ഞാൻ പറയും. എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്നു? ക്യാമറ ഓൺ ചെയ്തവരെ എനിക്ക് കുറെ പേരെ കാണാം. ഇങ്ങനെ ഇരുന്നിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു, കർത്താവ് ഐ ആം റെസ്റ്റിംഗ് ഇൻ യുവർ പീസ്. ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് എന്നെ പണിതിരിക്കുന്നുണ്ട്. സകല സ്വസ്ഥതയും എന്റെ മേൽ കൊയ്ത്തിനു മുമ്പേ, ഇന്ന് കേട്ട വചനം ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കൊയ്ത്തിനു മുമ്പേ എന്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാം. ഇന്ന് ഏറ്റെടുത്ത് ക്യാമറ ഓൺ ചെയ്യാതെ കുറെ പേര് ഇരിപ്പുണ്ട്. അവരൊക്കെ ഇനി എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിവേസ്, ഇന്ന് ഇരിക്കുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇന്ന് ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഈ വചനം ഏറ്റെടുത്തോന്നേ പറയും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നീ എന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൽ നീ പറയുന്നത് അതുപോലെ ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് വിശ്വാസത്തോടെ ഞാൻ വീണ്ടും പറയുന്നു, കർത്താവ് ഇന്ന് ഇങ്ങനെ ഇരുന്ന് കർത്താവെ കളപ്പുരയിൽ സകലതും കൂട്ടി വെച്ചിരിക്കുന്നത് കൊയ്ത്തിന് മുമ്പേ അനുഭവിക്കുന്ന മക്കൾക്കായിട്ട് ഞാൻ എന്നെ മഹത്വപ്പെടുത്തും. കർത്താവിനെ ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ യേശുവിൽ ആശ്രയം വെച്ചിരിക്കും. We are free in Christ. Hallelujah. Thank you, Jesus. ഇത് മാറുന്നത് ഇങ്ങനെ തന്നെ. എന്തെങ്കിലും പ്രശ്നം വരുന്നത് ഇങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ നാളെ തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധന്മാർ കാണിച്ചു തന്ന സാധനം എനിക്ക് ക്ലൂ കിട്ടി. പ്രശ്നം വരുന്നത് ഇങ്ങനെ ഇരിക്കാനോ ഇങ്ങനെ ഒന്നാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവിന് കേട്ട വചനം ഒരു കുഞ്ഞിനെ പോലെ ഏറ്റെടുക്കാൻ എന്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കൊയ്ത്തിനു മുമ്പേ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടോണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. സകല മഹത്വവും ഞാൻ അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ചെറുപ്പം ശരിക്കും പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ചില ധാരണകളൊക്കെ അതിനെ പൊട്ടിക്കും. ധാരണകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് ചില സമയത്ത് നമ്മളെ ടോട്ടലി ഇൻഫോർമൽ ആക്കും. അതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, കർത്താവിന്റെ യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോഴേ നല്ല ഒരു കർത്താവ് നല്ല ഫണി പാർട്ടുണ്ട്. എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്? ഭയങ്കര ഫണി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെക്കാളും ഭയങ്കരമായിട്ട്, നമ്മളെക്കാളും പറയാനൊന്നുമില്ല. കാര്യം അവൻ സകലതിന്റെ അധിപൻ. എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ ജീവിതത്തിൽ കർത്താവിനെ പോലെ ഹ്യൂമർ സെൻസ് ഉള്ള ആരെയും കണ്ടിട്ടില്ല. ശരിക്കും ഹ്യൂമർ സെൻസ് ഉള്ള കർത്താവിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ഹ്യൂമർ സെൻസ് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ കാര്യം. ചില ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകുന്ന പോലത്തെ ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നു. എന്നിട്ട് പറയുന്നു, എടാ ഇങ്ങനെയായി സാധനം എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് ഇത്രയ്ക്ക് ലൈറ്റ് ഹാർട്ടഡ് ആണോ, ഇത്രയ്ക്ക് ഫ്രീ ആണോ നമ്മളോട് നമുക്ക് അതിശയം തോന്നും. അതുപോലെ തമാശ. ശരിക്കും കർത്താവിന്റെ കൂടെ ആ ഹ്യൂമർ അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ ഹ്യൂമർ അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കർത്താവിന്റെ ഹ്യൂമർ. ഇന്ന് ഇത് കാണിച്ച് നമ്മൾ കർത്താവിനോട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഇരിക്കാൻ ഞാനല്ലേ പറയുന്നു. താങ്ക് യു ജീസസ്. ഞാൻ ഇത് പറയാൻ വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ പിന്നെ കർത്താവ് സഭായോഗത്തിനകത്താണോ ശരിക്കും ഹോളി സ്പിരിറ്റ് അന്നേരം ചോദിച്ചത് എന്താണെന്നറിയാമോ? നീയാണോ ഞാനാണോ നടത്തുന്നത്? ഞാൻ ഇത് നിങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പറയുന്നതിന് തൊട്ട് മുമ്പ് എന്റെ മനസ്സിനകത്ത് ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ കർത്താവ് സഭായോഗോ കർത്താവ് എടുത്ത ഒരു സെക്കൻഡ് പോലും എടുത്തിൽ ആൻസർ വരാം. നീയാണോ ഞാനാണോ മീറ്റിംഗ് നടത്തുന്നത്? അന്നേരം തന്നെ എന്റെ കൈ ഇങ്ങനെ തന്നെ പോയി. ഇത് ഞാൻ ഈ പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്. കർത്താവിനോട് ഞാൻ എന്റെ സംശയം കൊണ്ട് ചോദിച്ചാൽ കർത്താവ് സഭായോഗത്തിനകത്താണോ ഞാനിത് കാണിക്കേണ്ടിയെന്ന് ചോദിക്കുന്നു. എടുത്ത വൈകി ഹോളി സ്പിരിറ്റ് ചോദിച്ച ചോദ്യം ഇതാണ്, നീയാണോ ഞാനാണോ ഈ മീറ്റിംഗ് നടത്തുന്നത്? ഇതാണ് അർത്ഥം. ഹല്ലേലൂയ. He's so simple and he will come down to our level. Emmanuel,
ദൈവം നമ്മോട് കൂടെ. മോളിലിരുന്നുകൊണ്ട് വിളിക്കാനല്ല പറഞ്ഞത്, എന്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. ഈ മർമ്മം പൊട്ടിച്ചു തന്നതുകൊണ്ടാണ് ഹെവൻലി ഫീസ്റ്റ് ഇന്ന് ഈ ലോകരാജ്യം മുഴുവൻ ഇളക്കി മാറിയിരിക്കുന്നത്. കർത്താവിന്റെ ഫ്രീഡം പ്രഖ്യാപിക്കാൻ തങ്കോപുരം തോമസുട്ടികളൊക്കെ ധൈര്യം കാണിച്ചോ. അന്നത്തെ കാലത്ത് ആരും പറയാതെ ഭാരമെല്ലാം ദൂരെ മാറ്റി പറവ പോലെ പറക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സഭയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എറിയും. പക്ഷെ നമ്മുടെ ഇടയന്മാരത് കാണിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ എന്തും ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഇത് പഠിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കൊണ്ട് ഞാൻ വീണ്ടും ഒരു സംശയം കൂടെ ചോദിച്ചപ്പോൾ കർത്താവിന്റെ വായടപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണോ നീയാണോ മീറ്റിംഗ് നടത്തുന്ന ഒറ്റ ചോദ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയാം, അവനിലാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊയ്ത്തൊന്നും കഴിയണ്ട, കളപ്പുരകൾ നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനിത് പറയുന്ന ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റോൺസ് വെച്ചോണ്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലി കർത്താവ് പറയാം, നിങ്ങൾ ഇന്ന് ഇവിടെ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ ഓരോ സ്റ്റോൺസ് വെച്ച് തുടങ്ങിയവരോടാണ് പറയുന്നത്. നിങ്ങളെ ഈ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തി നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹം കാണിക്കാൻ ഓൾറെഡി കളപ്പുരകൾ നിറച്ച് വെച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വവും കർത്താവിന്. കർത്താവെ നന്ദി പറയും. നിന്റെ കൈകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. നിന്റെ സ്നേഹം, കർത്താവിന്റെ സിംപ്ലിസിറ്റി, ആ സിംപ്ലിസിറ്റിയാണ് കർത്താവെ ഞങ്ങളെ ഇനി അടുപ്പിച്ച് നിർത്തി. ഞങ്ങളൊക്കെ വലിയ വിശ്വാസിയും ഭക്തരും ഒക്കെ ആയിട്ട് നടന്നപ്പോൾ ഇതൊന്നുമല്ല, നീ എൻ്റെ പൊന്നു മകനാ മകളാ, എന്നോടൊന്ന് സംസാരിച്ച് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ആ പത്രോസിന്റെ ഒക്കെ കൂടെ നടന്നതുപോലെ കാഷ്വലായിട്ട് സംസാരിച്ച് ഞങ്ങളെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് നടത്തുന്ന ഒരു യേശുവിന്റെ കൈ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഞാൻ നന്ദി പറയാം. ഞങ്ങളുടെ യേശു ഇത്ര സിമ്പിൾ. ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും കർത്താവ് ഞങ്ങൾ അങ്ങോട്ട് തരും. ആ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്ന കർത്താവിനെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് തരും. ആ സ്നേഹം ഞങ്ങളിൽ വന്നു. സമാധാനവും സന്തോഷവും കർത്താവ് നാളത്തെ ദിവസമൊക്കെ ഞങ്ങൾ ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോഴും കർത്താവ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ മാറി നിന്നു ഞങ്ങൾ ഇതുപോലെ റിലാക്സ് ചെയ്യും. കർത്താവ് അതിന്റെ പരിഹാരം ഞങ്ങൾക്ക് തന്നിരിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾ അതിന്റെ കയ്യിലേൽപ്പിക്കും. എല്ലാ മഹത്വം യേശുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വേറുണങ്ങിയ ഒരു സാധനം വെച്ചോണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് രാവിലെ മുതൽ നല്ല പല്ലുവേദന, നന്നായിട്ട്. ഈ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന. പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അതിന്റെ വേരുണങ്ങിയാന്ന് എനിക്കറിയാം. വേരുണങ്ങിയിട്ട് ചെറിയ പച്ചപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, അതിന്റെയാണ്. പക്ഷെ ഇന്ന് രാത്രി കൊണ്ട് മാറും, അതെനിക്കറിയാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് കേട്ടത് ജീവിതത്തിൽ വരും, ഇതെനിക്ക് പ്രയോജനമായി തീരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഇത്ര സിമ്പിൾ ആവണം കേട്ടോ. ഇത്രേ ഉള്ളൂ യേശു. ഈ സിംപ്ലിസിറ്റിയാണ് യേശു. കോംപ്ലക്സ് ആക്കാതിരുന്നാൽ മതി. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറിയോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച, വരുന്ന ആഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ട് ആർക്കും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രാർത്ഥന വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് കർത്താവിന്റെ വായിലേക്ക് വിളിക്കാം. വിക്രം ബ്രദറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല സമയത്തിന് കർത്താവ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് തന്നതല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ കർത്താവ്. കർത്താവ് ഇതുവരെ നടത്തിയത് ഏറ്റവും ബെസ്റ്റായിട്ടാണ്. കർത്താവ് ഇനിയും ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തും. ഞങ്ങൾ കർത്താവെ വിതയ്ക്കുന്നത് കർത്താവിൻ്റെ രാജ്യത്തിന് വ്യാപ്തിക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ ഈ തുകകളെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ തന്ന നല്ല സമയത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞാൻ നന്ദി. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.
നമ്മൾ ഈ വേരുണങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധനം ഈ പല്ലുവേദന എന്ന് പറയുന്ന ഒരു സാധനം എനിക്കങ്ങനെ വന്നിട്ടേ ഇല്ല ആദ്യമായിട്ട്. ഇപ്പം മനസ്സിലായത് ഇങ്ങനെയാണ്. പക്ഷെ എൻ്റെ വേരുണക്കിയിട്ടുണ്ട്. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. റിജക്ട് ചെയ്യുക, കളയുക. സോ സാക്ഷ്യങ്ങൾക്ക് റെഡി ആയിക്കോ. ആരാണ് ആദ്യം പറയുന്നത്? രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട്. 1 2 3 എന്ന് പറഞ്ഞാൽ കൈ പൊക്കി കഴിഞ്ഞാൽ ഓക്കെ തുടങ്ങിക്കോ. മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്നതിന്റെയൊക്കെ സാക്ഷിയായി കേൾക്കുന്നു കേട്ടോ. അൺമ്യൂട്ട് ചെയ്തോ, തുടങ്ങിക്കോ. അടുത്ത ആൾ റെഡി ആയിക്കോ. ഒരേ ട്രാക്കില്ല സാക്ഷിയൊക്കെ വരുന്നത്, ഒക്കെ വരട്ടെ. പ്രൈസ് ലോർഡ്. എന്റെ സാക്ഷ്യം ഇത്രയായിരുന്നു പറയാം. സമയം എടുത്തോ, കുഴപ്പമില്ല കേട്ടോ. നല്ല സമയം എടുക്കുമ്പോൾ അത്രേ, അതുപോലെ വലിയൊരു സാക്ഷിയാണ്. യേശുവനാടിസ്ഥാനം ആശയവാനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഞാൻ ഈ പാട്ട് പാടാനുള്ള കാര്യം, പൂർണ്ണത കണ്ടത് ഒരു 2 വർഷം മുന്നേ ആണ്. ഇന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് ചെയ്ത നന്മ. ഞാൻ ജെബി ബ്രദർ എന്ന് പറഞ്ഞ സാക്ഷ്യത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം തള്ളിക്കളഞ്ഞ കല്ലാണ് ഇപ്പം കർത്താവ് മൂലക്കല്ലാക്കി മാനിച്ചേക്കുന്നത്. ഞാൻ 2017 ജാനുവരിയിലാണ് സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു മുൻപത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു. അക്കോമഡേഷനിൽ വന്ന ഒരു അത് കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു. ഞാൻ ആ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പോയി അങ്ങനെ കർത്താവ് സഹായിച്ച് എനിക്ക് 2018 ജൂലൈയില് വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്നപ്പം കർത്താവാണ് ഒരു ആഗ്രഹം തന്ന സർട്ടിഫിക്കേഷൻ. അപ്പം കൂട്ടുകാരൊക്കെ പറഞ്ഞു മണ്ടത്തരവ കാണിക്കുന്നത്, കാരണം 3 വർഷമുള്ളൂ, അതിന് മുന്നേ തന്നെ B ലെവൽ വേണം, PR എടുക്കണം. പക്ഷെ കർത്താവിന്റെ വാക്ക് കേട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് പ്രൊജക്ട് മാനേജ്മെന്റിൽ അപ്പൊ ഒന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് എനിക്കൊരു ജോലി കിട്ടി മെയില്. അങ്ങനെ ലണ്ടനിൽ നിന്ന് കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു ഹാമിൽട്ടണിൽ വരാൻ. ഇവിടെ വന്നപ്പം നെക്സ്റ്റ് ഫേസ് ആരെ അറിയത്തില്ല, തനിയെ വന്നു. ആദ്യം എനിക്ക് IOS അഡ്വൈസർ ആയിട്ടാണ് ജോലി കിട്ടിയത്. വിത്തിൻ 1 month ആ ജോലി എനിക്ക് നഷ്ടമായി. അപ്പോൾ ഞാൻ കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, ഇവിടെ ആണെങ്കിൽ എനിക്ക് ആരും തന്നെ ഇല്ല. എന്താ കർത്താവ് നിന്റെ പദ്ധതി? അങ്ങനെ അത് കർത്താവ് പിന്നെയും വിശ്വസ്തനായിരുന്നു. എനിക്ക് വിത്തിൻ 1 month അടുത്തൊരു ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2020 ഡിസംബറിൽ എൻ്റെ ഫ്രണ്ട് വന്നു, ഇനി PR ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ, IELTS വെസ്റ്റ്. അപ്പം അനിലയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് PR പെട്ടെന്ന് തന്നെ കിട്ടും, എന്റെ വർക്ക് പെർമിറ്റ് ഒന്നും എക്സ്പയർ ആകത്തില്ല എന്നാൽ ഞാൻ എൻ്റെ എബിലിറ്റീസിൽ പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്താണ് വെസ്റ്റിന്റെ സമയം, നമ്മുടെ കോവിഡ് വന്നു. വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്യുമെന്റ്സ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പം എൻ്റെ അമ്മ നാട്ടിൽ പോയ സമയത്ത് അമ്മ നോർമൽ പോസ്റ്റിലാണ് അയച്ചത് വെസ്റ്റിന്റെ എല്ലാ എഞ്ചിനീയറിംഗിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം. ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചു. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് എന്റെ ഡോക്യുമെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇവിടെ PR കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. ആ ടൈം മന്ത് പൊക്കോണ്ടിരിക്കുക. അപ്പം ഞാൻ ഇന്ത്യൻ പോസ്റ്റലില് ഇത് മെയിൽ ചെയ്തു, എന്താ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് എനിക്കൊരു മെയിൽ വരുവാണ്, എയർപോർട്ടിൽ എന്റെ ഡോക്യുമെന്റ് കുടുങ്ങിയിരിക്കുക, കോവിഡ് കാരണം തുറക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനി എന്റെ ഞാൻ എന്നെ തന്നെ ഓർത്തോണ്ടിരിക്കുക, ഞാൻ ജബ്രതല്ല പ്രശ്നങ്ങൾ ഓർത്തോണ്ടിരിക്കുക. യൂഷ്വലി ഇച്ചിരി നാളും കൊണ്ട് എടുക്കുന്ന ഈ വെസ്റ്റിന്റെ കാര്യം എനിക്ക് 7-8 മാസം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കർത്താവ് ജൂലൈ 2020 എനിക്ക് വെസ്റ്റിന്റെ ഡോക്യുമെന്റ് വന്ന്, അത് കഴിഞ്ഞ് ഇങ്ങനെ PR സ്കോർ ആ സമയത്ത് കുറവായിരുന്നു, എല്ലാവർക്കും കയറി പറ്റാൻ പക്ഷെ എനിക്ക് വെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ജനുവരിയില് ഞാൻ ജെബി ബ്രദറായിട്ട് ഫെബ്രുവരി ആദ്യം ആയിട്ട് എനിക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞില്ല. നമ്മളൊരു സാഹചര്യം എത്തുമ്പം വീട്ടിൽ നിന്ന് വരെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, എന്തിനീ ഡിസിഷൻ എടുത്തു. കാരണം അപ്പം
ഞാൻ ആ വഴി ഞാൻ ബ്രദറിനെ വിളിച്ചപ്പം ബ്രദർ ഇന്നും എനിക്കൊരു പറയുന്നൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അനില, വർക്ക് സ്റ്റുഡന്റ് പെർമിറ്റ് അടിച്ച് ആ സ്റ്റാമ്പിൽ തന്നെ PR അടിച്ചിട്ടുണ്ട്. അന്നെന്റെ സാഹചര്യം നോക്കിയാൽ ഞാൻ എയിമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. കർത്താവ് വിശ്വസ്തനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് PR അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്റെ ഓഫീസ് ഒരു അമേരിക്കൻ കമ്പനി എടുത്തു. അപ്പം അമേരിക്കക്കാർക്ക് നമ്മുടെ PR ഒന്നും അറിയത്തില്ല. അവരെന്നെ എടുത്തു. എംപ്ലോയ്മെന്റ് ലെറ്ററില് ഈ നോക്ക് ബിയിൽ നമുക്ക് ഒരു കാറ്റഗറി ഉണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മാച്ച് ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പം ഇത് 80% മാച്ച് ആണെന്നുള്ളു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഇതൊന്നെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നോട് അന്നത്തെ ദിവസം പറഞ്ഞു, എൻ്റെ അമ്മയോട് പോലും ഞാൻ അത് പറഞ്ഞില്ല, പറയരുത്, ഞാൻ അതിൽ അത്ഭുതം ചെയ്ത് കാണിക്കും. പക്ഷെ കർത്താവ് എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു വിഷൻ ബോർഡില് ഫോട്ടോ ഇതില് ഞാൻ കാണിക്കുന്ന ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിന്റെ പേര് എഴുതി കസ്റ്റമൈസ് ചെയ്തൊരു PR കാർഡ് എഴുതാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ ധൈര്യമുണ്ട്, കാരണം നിനക്ക് എല്ലാ നിയമവും മാറ്റാൻ പറ്റുമെന്ന്. ഇത് ഇപ്പൊ ഞാൻ ഫുള്ളി അൺഫോൾഡ് ചെയ്തില്ല. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. പക്ഷെ എനിക്കറിയാം ജാനുവരി ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഫുൾ വിഷൻ ബോർഡ് നിങ്ങളെ കാണിക്കാം. അതിലെഴുതിയ ഓരോ കാര്യങ്ങളും ഇത് ഞാൻ എടുത്ത ആദ്യത്തെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണ്. കാരണം എന്റെ കർത്താവ് വിശ്വസ്തനാന്ന് പറയും. കർത്താവ് എന്നോട് പറഞ്ഞു പോയി കളർ കോപ്പി എടുത്ത് നിന്റെ പേര് എന്റെ പേര് സഹിതം എഴുതി ഞാനൊരു PR കാർഡ് അടിച്ചു. അത് കഴിഞ്ഞ് എന്റെ കർത്താവ് എത്ര വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 12 എന്റെ ജീവിതത്തില് യേശുവിന്റെ ഒരു ഫസ്റ്റ് അൺയൂഷ്വൽ മിറക്കിൾ എന്റെ ലൈഫിൽ നടക്കുന്നത്. കാരണം ഈ 2 വർഷം ഞാൻ പറയാം, ഞാൻ യേശുവിനെ അറിഞ്ഞത് അമ്മ മുഖാന്തരാണെങ്കിൽ ഇപ്പൊ ഒരു 20 വർഷം ആകുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ കേവലം കർത്താവിനെ കാര്യങ്ങൾ സാധിക്കാനും അമ്മയോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ വ്യക്തിപരമായിട്ടൊരു ബന്ധം ഈ 2 വർഷമായിട്ട് ഞാൻ പേഴ്സണലി 24/7 ഞാൻ പറയാം യേശുവിനോട് കൂടെ സംസാരിക്കും. ജബ്രദർ പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ആ ഫുൾനെസ് അത് കർത്താവിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം കർത്താവ് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, കർത്താവ് ഇത് ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കണം. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിക്കുക, കർത്താവ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഫെബ്രുവരി 12 ഇതെല്ലാം വന്ന് കഴിഞ്ഞപ്പം ഇന്നർ ചേംബറില് തങ്കു ബ്രദർ, അത് ഫ്രൈഡേ പറയുന്നത്, ഗവൺമെന്റ് നിയമങ്ങൾ മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അപ്പൊ ആ രാത്രി ഞാൻ കർത്താവിനോട്, കർത്താവേ ഞാൻ വിശ്വസിക്കുവാണ്, നീ എനിക്ക് ചെയ്യണം. അങ്ങനെ ഫെബ്രുവരി 13 ശനിയാഴ്ച എനിക്ക് IRCCന്ന് ഒരു മെയില് വരുന്നു, PR ഇൻവിറ്റേഷൻ. എല്ലാ മാനവ മഹത്വവും കർത്താവിന്. അങ്ങനെ ഫെബ്രുവരി 13 ഇൻവിറ്റേഷൻ വന്നു, അപ്ലൈ ചെയ്ത് എല്ലാമായി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം അപ്പം നോർമലി 6 months എടുക്കും. ഞാൻ ഓർത്ത് ഓക്കെ കുഴപ്പമൊന്നുമില്ല ജോലിയൊക്കെ. പിന്നെ കർത്താവ് എന്നോട് സെപ്റ്റംബറിലാണ് നമ്മുടെ ഓഗസ്റ്റില് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സെപ്റ്റംബറിൽ അൺയൂഷ്വൽ ഫേവർ, പിന്നെ ഒക്ടോബറിൽ ഓരോ മന്തും പറഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഈ ഓരോ മാസം ഞാൻ തങ്കുബ്രതനോടുകൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കത്ത് പോലെ പറയുന്നത്. അപ്പൊ ഞാൻ കർത്താവ് ഇതെന്താ കത്ത് പോലെ പറയുന്നത്? ശരിക്കും കർത്താവ് ഓരോ മാസം നമുക്കൊരു കത്താ. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ, ഡിയർ അനില, നവംബർ യു ഷുഡ് ബി റിമെമ്പർ, നീ ഓരോ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നു, നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്കാൻ പറയും. കാരണം ജബ്രദർ പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ മൈൻഡ് ആക്കണില്ല. കർത്താവ് ഇങ്ങനെ പറയുന്നത് നമ്മൾ സെൻസിറ്റീവ് ആണ്. അൺയൂഷ്വൽ ഫേവർ ആണെങ്കിലും കർത്താവ് ചെയ്യുന്ന ഓരോ മഹത്വം. അങ്ങനെ 25 ഇന്നർ ചേംബറില് തങ്കു ബ്രദർ പറയുന്നുണ്ട്, ഒക്ടോബർ കഴിഞ്ഞ മാസത്തെ പറയാം, നിങ്ങൾക്ക് നാളെ ഒരു അത്ഭുതം സംഭവിക്കും. നാളെ ഒരു അത്ഭുതം നമ്മൾ യേശുനാമത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ എനിക്കൊരു ടൈം ലോൺ വിത്ത് ഗോഡിൽ എഴുതി. പ്രിയമുള്ളവരെ, കർത്താവ് എത്ര വിശ്വസ്തനാന്ന് ഓർക്കണം. 26 വൈകുന്നേരം എനിക്ക് ക്രെഡൻഷ്യൽ IRCCയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള വന്നു. അത് കഴിഞ്ഞ് ഞാനും കർത്താവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവിനോട്, കർത്താവെ ബ്രേക്ക് ത്രൂ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഈ സംഭവം നടക്കണം. അതുപോലെ ദേവിക എന്നോട് പറഞ്ഞു, അല്ലേ ഒക്ടോബറിന് മുന്നേ നിനക്ക് PR അപ്രൂവ്ഡാ. അപ്പം വെള്ളിയാഴ്ച ആയിട്ടും ഈ സംഭവം വരുന്നില്ല. മറ്റേ നമുക്ക് ഒരു കാർഡ് വേണം, COPR വേണം, അതിനൊരു ഫോട്ടോ ഒരു ഉണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവ് ഇനി ശനി ഞായറും ഉള്ളു. അപ്പൊ IRCC എന്നാണ് ശനി ഞായറും വർക്ക് ചെയ്യത്തില്ല, ഞായറാഴ്ച കൊണ്ട് ഇതും തീരും, ഒക്ടോബർ തീരുകയും ചെയ്യും. കർത്താവ് അവിടെയും നമ്മളെ ഞെട്ടിച്ചു. ഓഫീസ് അടച്ചിരുന്നിടത്ത് ശനിയാഴ്ച രാവിലെ
എനിക്ക് ജീസസ് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വരും IRCC-ന്ന്, ഫോട്ടോ PR കാർഡിനുള്ള ഫോട്ടോ അയക്കാനുള്ള സ്പെസിഫിക്കേഷൻ ഇത് വെച്ചൊരു ഇമെയിൽ. അതാണ് ഓഫീസ് അടച്ചാലും കർത്താവ് വിശ്വസ്തന. നമ്മൾ ആ ഒരു അതുപോലെ തന്നെ നെക്സ്റ്റ് അത്ഭുതം നടന്നത്, ഞാനിങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുക്കുണ്ട്, അത് ഞാനും കർത്താവും മാത്രമായിട്ട് എഴുതും ഓരോ കാര്യങ്ങൾ. അപ്പം നവംബർ യു ഷുഡ് റിമെമ്പർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ ഈ തവണ വാഗ്ദത്ത വചനം അതാണ്, അതുകൊണ്ട് കർത്താവ് എനിക്ക് റിമെമ്പർ ആയിട്ട് എന്താണെങ്കിലും ബിഗിനിങ്ങിൽ തന്നെ തരണം. അങ്ങനെ നവംബർ 5-ാം തീയതി എനിക്കൊരു മെയിൽ വരുക, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ നൗ പെർമനന്റ് റെസിഡന്റ്. ഇതെന്ന് പറയുന്ന കർത്താവ് ഒത്തിരി പേരെ വായങ്ങ് അടപ്പിച്ചെന്നുള്ളൂ. കാരണം എല്ലാരും പറഞ്ഞ മന്ദൂത്തിയ, കാരണം അമ്മയും ചേച്ചിയും ഒക്കെ US-ലുള്ളപ്പോ ഇവിടെ നിൽക്കുക, സ്വന്തം പിന്നെ ഓരോ സാഹചര്യം പിന്നെ വീട്ടുകാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസമൊക്കെ പറയുന്നൊക്കെ നല്ലതാ, അതൊക്കെ ഒന്ന് അങ്ങനെ. പക്ഷെ എന്റെ കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കാൻ ഭയങ്കര ഇഷ്ടം. കർത്താവ് എങ്ങനെയാണെന്നറിയോ, ഉത്തരം കൊടുക്കുമ്പം അവരെ എങ്ങാടുകയും അവരെ തുറക്കുകയും ചെയ്യും. ആശ്ചര്യപ്പെടും ഇതെങ്ങനെ സംബന്ധം. ഇന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റ് എഴുതിയത് എനിക്കറിയായിരുന്നു. ഈ എഴുതാൻ പറഞ്ഞ കർത്താവ്, ഈ ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്ത് പറയുന്ന കർത്താവ് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച്, ഞാൻ പറയും ഉറപ്പ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാം, ഇത്രയും സിമ്പിൾ ആക്കണം. നമ്മളൊരു ഭക്തിയിലോ ബൈബിളോ വായിച്ച് അങ്ങനെയല്ല, യേശുവിനോട് പറഞ്ഞു. കാരണം ചില കാര്യങ്ങൾ നമുക്ക്, എന്റെ ലൈഫ് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കടന്നുപോയ വഴിയാ. ഞാൻ ഓരോ സമയത്തും ഈ രാജ്യം വിട്ടു, കാരണം ചെന്നൈ എയർപോർട്ടില് ഡോക്യുമെന്റ് കിടന്നു കഴിഞ്ഞപ്പോ ഞാൻ അയച്ചപ്പോ അവര് പറഞ്ഞു, ഇനി ഈ വർഷത്തെ നോക്കണ്ട, പക്ഷെ എന്റെ കർത്താവിനറിയാം ഓരോ കാര്യങ്ങളും. ആ ഒരു കുരുട്ട് അതായിട്ടുള്ള കണ്ണിങ്ങ് തുറക്ക്. കാരണം ഞാൻ എല്ലാവരോടും പറയുന്നത്, യേശു അത്ര നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. കാരണം കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചെയ്യാനിരിക്കും. ഓക്കെ, എന്റെ മോക്ക് വേണ്ടി എന്നെ ചെയ്യണ്ടേ, എന്റെ മോന് വേണ്ടി എന്നെ ചെയ്യണ്ടേ. അപ്പൊ യേശു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മഹത്വം. കാരണം ആ ഒരു സിമ്പിൾ റിലേഷൻ മതി. എല്ലാം മാനം മഹത്വന്റെ യേശുവിന്. പിന്നെ ഇവിടെ ഇന്നിപ്പോ PR കിട്ടിയപ്പോ എനിക്കറിയാം ഇതൊക്കെ ഒരു ആഡ് ഓണാ. പക്ഷെ നമ്മുടെ മുന്നിലുള്ളത്, നമ്മുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഈ സത്യം അറിയാത്ത ഒത്തിരി പേരുണ്ട്. ആ രക്ഷയിലേക്ക് നടത്തുന്ന ഒരു ആർമിയുടെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യാൻ തന്ന ഒരു പ്രൂഫാണ് ഇത്. എല്ലാം മാനം മഹത്വന്റെ യേശുവിന്. ആമേൻ. ഹല്ലേലൂയ. Hallelujah. കർത്താവിനല്ല അസാധ്യമായിട്ട് ഒന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അവൻ അവന്റെ പദ്ധതി, അവന്റെ മക്കളുടെ മേലുള്ള ഉയർച്ചയുടെ പദ്ധതി അവൻ നടത്തിയിരിക്കും വെച്ച്. ഹല്ലേലൂയ. അടുത്ത ആൾ തുടങ്ങിയോ? Hallelujah. Thank you, Jesus. Hallelujah. സ്റ്റാൻലി ബൈ. Hallelujah. താങ്ക് യു Hallelujah. ജീസസ്. Hallelujah. ഇന്ന് അല്ല പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ കർത്താവ് അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ അത്ഭുതം ചെയ്യുന്നത്, അത് കർത്താവാണ്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, പക്ഷെ ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. മിറക്കിൾ മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാ. അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും ആ ഡിപ്പാർട്ട്മെന്റ് ആർക്ക് വേണ്ടി എന്ത് ചെയ്യണം നോക്കിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾക്കും കർത്താവ് അത്ഭുതം ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ ഭാരത്തിലാണ്. കാരണം ഞങ്ങൾ ജനുവരി 1st വീക്ക് ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് തീരുക. അപ്പൊ ഞങ്ങള് അപ്ലൈ ചെയ്തവര് ഞങ്ങളുടെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം, അതിന് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെയിൽ വന്നു. മെയിലൊക്കെ കണ്ടു. ഞങ്ങൾ തീരുമാനം എടുത്തു, ഞങ്ങൾ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ ജേബിൾ പറഞ്ഞ പോലെ ഒരു അഷ്വറൻസ് ഞങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല എന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കും, ഇത് അപ്ലൈ ചെയ്യാൻ ടൈമായി, നിങ്ങളുടെ പെട്ടെന്ന് അപ്ലൈ ചെയ്യണം, ഇതുവരെ ആയിട്ടില്ലല്ലോ ഒന്നും. ആ സമയത്ത് ഞങ്ങൾ പറയും പിന്നെ ചെയ്യാം, നെക്സ്റ്റ് വീക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് ഈ പറഞ്ഞ പോലെ തന്നെ 2016 സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു കാനഡയിലേക്ക് വരാനല്ല ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ UK പോകാനായിരുന്നു. UK വിസ റിജക്റ്റ് ആയി. അപ്പം അങ്ങനെ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ കാനഡ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 months എനിക്ക് ഒരു റിപ്ലൈ ഇല്ല.
അപ്പൊ ആ സമയത്ത് ഞാൻ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ എന്നെ കാനഡയിലേക്ക് അയച്ചാൽ മതി എന്ന് ഞാൻ 8 മാസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഏജൻസിക്കാർ വിളിച്ചു പറയും ഇത്രയും ഡിലേ ആയി, ഇനി നമുക്ക് തോന്നുന്നത് റിജക്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം കോട്ടയത്ത് ഒരു പ്രാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സൺഡേയില് തോമസ് ബ്രദർ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു മകളെ കർത്താവ് വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാണ്. അന്ന് തന്നെ ഞാൻ പോയി തിരിച്ച് പെട്ടി പാക്ക് ചെയ്തു. ആ മൺഡേ എനിക്ക് കാനഡയിലേക്കുള്ള വിസ കർത്താവ് റിലീസ് ചെയ്തു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങോട്ട് അയച്ചപ്പം വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ പ്ലാൻ ആണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യം കർത്താവ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾ അയച്ചത്. ഇങ്ങോട്ട് അയച്ചപ്പോൾ തന്നെ കർത്താവിന് അറിയാം ഓരോ ദിവസത്തേക്ക് നമുക്ക് വേണ്ടുന്ന എന്നാണ്. അങ്ങനെ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. കർത്താവ് ഓരോ ജോലിയിൽ അത്ഭുതകരം, ഓരോ ദിവസം കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി. ഒരു പോയിന്റ് ഓഫ് ടൈം എത്തിയപ്പം ലാസ്റ്റ് സെമ്മ എന്റെ സ്റ്റഡീസിന്റെ ലാസ്റ്റ് സെം ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് ചെറിയൊരു ഫണ്ട് റിലീസ്, എനിക്ക് ഫീ അടയ്ക്കാൻ വേണ്ടി റിലീസ് ആവേണ്ട ഫണ്ട് റിലീസ് ആയില്ല ഈ ടൈമില്. അപ്പം എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് കർത്താവിന്റെ അടുത്ത് പറഞ്ഞു അൺയൂഷ്വൽ ഫേവർ ഉണ്ടാവുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടായ, റിലേറ്റീവ് ഒന്നുമല്ല, ഒരു ഫ്രണ്ടായ ഒരു വ്യക്തി എത്രയാണോ നിങ്ങൾക്ക് എനിക്ക് പോകാനുള്ള ഫീസ് അത് മുഴുവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞ് അന്ന് ആ ഇയറില് എനിക്ക് തിരിച്ചു കാനഡയിലേക്ക് വരാൻ കർത്താവ് വഴിയൊരുക്കി. ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം എന്റെ അച്ഛൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ ലണ്ടനിലായതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് നെക്സ്റ്റ് വീക്ക് എനിക്ക് ലാസ്റ്റ് സെമ്മിന്റെ എക്സാം. അപ്പൊ ഭയങ്കര ടഫായിട്ടുള്ള ഇതായിരുന്നു. ഞങ്ങൾക്ക് ടാക്സേഷൻ ഭയങ്കര ടഫാ. എന്റെ ക്ലാസ്സിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ആരും എല്ലാവരും ഫെയിലാണ് ആ സബ്ജക്റ്റിന്. അപ്പം കർത്താവ് ഞാൻ എങ്ങനെ പഠിക്കും, കാരണം എനിക്ക് നെക്സ്റ്റ് വീക്ക് അപ്പിയർ ചെയ്യണം. ഞാൻ പലതും കവർ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ കർത്താവ് എന്റെ കൂടെ ഇരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ കൂടെ വന്നിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഞങ്ങൾ വന്ന് നിന്റെ കൂടെ ഇരിക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ കൂടെ. പക്ഷെ ഞാൻ അവര് പഠിക്കുന്ന അത്രയും പോലും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എക്സാമിന് വേണ്ടി പോകുമ്പോൾ പരിശുദ്ധാത്മ എന്റെ കൂടെ ഇരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ആ സബ്ജക്റ്റിന് ഞങ്ങളുടെ പ്രൊഫസറെ ഫെയിൽ ആക്കും, ഇന്ത്യൻ സ്റ്റുഡൻസിനെ മാത്രം. അപ്പം പക്ഷെങ്കിൽ അപ്പൊ ഞാൻ വെച്ചു കർത്താവ് ഇത് എങ്ങനെ ഇതുകൂടെ ഈ സബ്ജക്ട് പാസ്സായാലും എനിക്ക് ആ സെം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ റിസൾട്ട് വന്നപ്പം ആ സബ്ജക്ട് ടാക്സേഷന് 97%. അതുവരെ ഉള്ള എല്ലാ എക്സാമിനും എനിക്ക് 50 ബിലോയാണ് ഞാൻ. പക്ഷെ ആ സെമ്മിൽ എനിക്ക് 97% മാർക്കോടെ പാസ്സാകാൻ പാൻഷോ കോളേജിൽ നിന്ന് പാസ്സാകാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ, എന്റെ സ്റ്റുഡന്റ് പെർമിറ്റ് അപ്പോഴത്തേക്ക് എക്സ്പയർ ആയിപ്പോയി. അപ്പം കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടിയില്ല. അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്ന് വന്നു. ആ സമയത്തും കർത്താവിന്റെ വലിയ ഫേവർ, ആ പാൻഷോൾ കോളേജിലെ പ്രസിഡന്റ് ഞങ്ങൾക്ക് ലെറ്റർ ഉണ്ടാക്കി. അത് ഫേവറബിൾ ആയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നില്ല. കർത്താവ് അതും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ പിയാറിന്റെ അല്ല ചേച്ചി പറഞ്ഞ ആ ഡ്രോയില് ഞങ്ങൾ എല്ലാ ദിവസവും കർത്താവിന്റെ അടുത്ത് പറയും, കർത്താവെ പിയാർ തന്നതിനായി സ്തോത്രം, പിയാർ തന്നതിനായി സ്തോത്രം. പക്ഷെ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലായിരുന്നു. ഒരു ദിവസത്തിന് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് 2 പേരുടെയും കൂടെ കൂട്ടുമ്പോൾ ഞങ്ങളുടെ വിചാരം അത് സ്കോർ ഭയങ്കരമായിട്ട് കൂടുന്നു. പക്ഷെ 2 പേരുടെയും കൂടെ പോയിന്റ്സ് വന്നപ്പം ഞങ്ങൾക്ക് ഒരു 300 പോയിന്റ്സ് പോലും ഇല്ല. അങ്ങനെ വെസ്സിന് കൊടുക്കാൻ അന്നേരം ചിന്തിക്കുന്നത് 2020 മാർച്ചിലാണ് വിചാരിക്കുന്നത് വെസ്സിന് കൊടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ വെസ് അപ്ലൈ ചെയ്തു. ഇപ്പൊ സഹോദരന്മാരോട് പറഞ്ഞ് അവരെല്ലാ ദിവസവും ഞങ്ങളെ വിളിച്ചു ചോദിക്കും വെസ് ആയോ എന്ന്. പക്ഷെങ്കില് കർത്താവ് ഇതിനകത്ത് ചെയ്ത് ഈ ഒരു PR ഞങ്ങൾക്ക് കിട്ടിയതിൽ എല്ലാ മഹത്വവും കർത്താവിന് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വെസ്റ്റ് ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഉള്ള കാര്യം കർത്താവ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ. അപ്പം ലണ്ടനിൽ എനിക്ക് അവിടെ ഒരു ഫേമിൽ ഞാൻ 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡിന്റെ ഇത് വന്നപ്പം ആ കമ്പനി ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പൊ എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ, വെസ് ഇല്ല. അങ്ങനെ കർത്താവ് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഈ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ PR തരാം മതിയാണെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പം ഈ ചാനലിലൂടെയാണ് കർത്താവ് അത് പറഞ്ഞത്. അപ്പൊ ഞാൻ കർത്താവിനോട് അടുത്ത് പറഞ്ഞു, കർത്താവെ ഇത് ഇനി നോക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഇത് എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പോയിന്റ്സ് വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ? അപ്പോഴാണ് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രോ ഉണ്ടായത്. ആ സമയത്ത് ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലോ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈല്. നീ പോയി ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ ക്രിയേറ്റ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡ്രോയില് ഞങ്ങൾക്ക് PRന്റെ ഇൻവിറ്റേഷൻ വന്നു. ഇൻവിറ്റേഷൻ വന്നിട്ട്
ഈ ഫയലിനകത്ത് ഉള്ള കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു 100 ദിവസം ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫയലിനകത്ത് 2 മേജർ മിസ്റ്റേക്സ്. ഒന്ന്, അത് ഈ ജോബിന്റെ ലണ്ടനിലുള്ള ജോബിന്റെ ബേസിസിലാണ് ഞങ്ങൾക്ക് PR കൂടുതൽ പോയിന്റ്സ് അതിനാണുള്ളത്. ആ ജോബിന്റെ ടൈറ്റില് പേ സ്റ്റബിലും എന്റെ എക്സ്പീരിയൻസ് ലെറ്ററിലും കിടക്കുന്നത് 2 ആയിട്ടാണ്. അപ്പൊ അതൊരു മേജർ മിസ്റ്റേക്കാണ്. അതുപോലെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ലെറ്ററിലും ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടു. അപ്പൊ ഇത് രണ്ടും കണ്ടപ്പോൾ സദൃശ്യവാക്യം 30-32 തങ്കുറാർ ഈ ദിവസങ്ങൾ ഇന്ന ചേമ്പറി പറഞ്ഞത്, നീ നിന്റെ കൈകൊണ്ട് വാ പൊത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത് തങ്കുബ്രദർ പറയുന്നതിന് മുന്നേ ഞാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ വായ കൊണ്ട് ഞാൻ ഒരു വ്യക്തിയോടും പറയത്തില്ല, ഇച്ചാൽ പോലും അറിഞ്ഞില്ല, ഞാൻ എന്റെ വായ കൊണ്ട് ഇത് നെഗറ്റീവ് പറയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫയൽ പ്രോസസ്സിംഗ് നടത്തിയപ്പോ കർത്താവിനെ ആ മിസ്റ്റേക്സിനെ എല്ലാം കർത്താവ് നിസ്സാര, കർത്താവ് അതെല്ലാം മറച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം November 2 ഞങ്ങൾക്ക് പിആറിന്റെ അപ്രൂവൽ വന്നു. കർത്താവിനെല്ലാം മഹത്വം. ഇതൊരു ജേണിയാ, കർത്താവിന്റെ കൂടെയുള്ള ജേണിയാ. അന്ന ചേച്ചി പറഞ്ഞ ആ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ കർത്താവിനെ മാറി ചാരിയിരുന്നു. ഇന്ന് ജയപ്രദർ പറഞ്ഞ അതേ കാര്യം കർത്താവിനോട് സംസാരിച്ചേ, നീ എന്റെ മാറി ചാരിയിരുന്നാ മതി. യോഹന്നാൻ ചാരി ഹൃദയം അപ്പോഴാ ഹൃദയസ്പന്ദനം കേൾക്കാൻ പറ്റുന്നത്. കർത്താവിന്റെ സ്നേഹം. ഇന്ന് ഇത് ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ല. ഈ നമ്മൾ യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നന്മയും കാര്യവും നമ്മുടെ പിന്നാലെ വരും. കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കും. ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് ഇവിടെ ആവശ്യത്തിലായിരിക്കും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സഹോദരങ്ങൾ PR കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം പറയാം, കർത്താവ് PR റെഡി ആക്കി വെച്ചേക്കുന്നു, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ആ റൈറ്റ് ടൈം ആകുമ്പോൾ, ഞാനൊരു ദിവസം ടൈം ലോൺ ചെയ്യുമ്പോൾ കർത്താവിനെ കാണിച്ചൊരു ദർശനമാണ്. ഒരുപാട് ഗിഫ്റ്റ് ബോക്സസ് കർത്താവ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ റൈറ്റ് ടൈമിലാകുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് തരും. കർത്താവ് അത്ര വിശ്വസ്തനാ, നല്ലവനാ. കർത്താവിനെല്ലാം മഹത്വം. ഹല്ലേലൂയ. Hallelujah. ഓരോ കുടുംബങ്ങളുടെയും എസ്റ്റാബ്ലിഷ്മെന്റ് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെ അയച്ചിരിക്കുന്നു. ഇന്ന് ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ അയച്ചിരിക്കുന്നവരെയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കർത്താവ് നടത്തി വെച്ചിരിക്കും. Hallelujah. ഈ രാജ്യത്തിൽ ഒരു വലിയ ഉണർവിന് മുമ്പിൽ നിൽക്കാൻ അനേകരെ കർത്താവിന് ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം വിക്രം ബ്രദർ അപ്പോഴേ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്ന കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നു, നമ്മുടെ ആദ്യത്തെ മീറ്റിങ്ങിന്റെ ഹാളിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പം എത്രയാണ്, എനിക്കൊന്ന് 6 പേരോ 7 പേരോ ആണ് നമ്മളുടെ മീറ്റിങ്ങിൽ. അന്നത്തെ ഹാളിൽ നമ്മൾ ആദ്യമായിട്ട് ഹാൾ എടുത്ത് തുടങ്ങുന്ന ഒരു മീറ്റിങ്ങിൽ 6 പേര് എന്തോ ഉള്ളൂ. കർത്താവ് ഇനിയും ആൾക്കാരെ കർത്താവിന് ഇനിയും ആവശ്യമുണ്ട്. ഓരോരുത്തരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് UK വിസ റിജക്ട് ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞ് റിജക്ട് ചെയ്യിക്കുന്നതാണ്. കർത്താവ് ഇല്ല, സാധിക്കത്തില്ല, അങ്ങോട്ടല്ല വിടേണ്ടത്, എന്റെ അപ്പോയിന്റ്മെന്റ് ഇങ്ങോട്ടാ എന്ന് പറഞ്ഞാൽ UK വിസ റിജക്ട് ആയിരിക്കും. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട്. വലിയ കാര്യം നമ്മൾ അവന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കുക, റിലാക്സ് ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. വലിയൊരു മൂവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകരാജ്യങ്ങളിലേക്ക് ഈ ഉണർവ് കൊണ്ടുപോകാനായിട്ടാണ് നമ്മളെ ഇവിടെ അയച്ചത്. ഇന്നിപ്പം ബെൽഫാസ്റ്റിൽ നിന്ന് തങ്കു ബ്രദറിന്റെ ആ ഒരു പുതിയ ലെവലിലുള്ളൊരു മിനിസ്ട്രിയുടെ തുടക്കമാണ്. തങ്കു ബ്രദർ എന്ന് പറഞ്ഞാലോ എജി ബ്രദർ വിളിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇനി ഇറങ്ങി പുറപ്പെടുന്ന സമയം. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. നമുക്ക് ചേർന്ന് തങ്കു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു ട്രിപ്പിൽ ഇവിടെ ഇത്രയും ഭാഗങ്ങളിൽ വന്നു പോകുമ്പോൾ ഒരു വലിയ കൊയ്ത്തിന്റെ തുടക്കമാക്കി മാറ്റാം. ഒരു ഇഗ്നിഷൻ, ഒരു വലിയ ഇഗ്നിഷൻ. കർത്താവ് എന്ന് പറഞ്ഞ വാക്കാണ്. ഒരു ഇഗ്നിഷന്റെ സമയം. തങ്കുബ്രദറിനോട് ഒരു ഇഗ്നിഷൻ നടക്കണം. ഒരു തീ കൊടുത്തൽ പോലെ തുടക്കം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും നീട്ടി തങ്കുബ്രദറിനെ കുടുംബത്തിനെയും തോമസ് കുടുംബത്തിനെ അനുഗ്രഹിച്ചത് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കുബ്രദർ കർത്താവ് ശുശ്രൂഷയും UK ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അത്ഭുതങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നതിനായി തോന്നും.
എന്റെ മകനിലൂടെ കർത്താവ് ഇതുവരെ ചെയ്യാത്ത വലിയ ശുശ്രൂഷകൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ മിഷൻ ട്രിപ്പ് കർത്താവ് ചെയ്തെടുക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഓരോരുത്തർക്കും കർത്താവ് ജനം ഇത് അറിയുവാൻ, ഈ സത്യം അറിയാൻ, ഞങ്ങൾ ഇന്ന് കണ്ടപോലെ കർത്താവ് ആ യേശുവിന്റെ സിംപ്ലിസിറ്റി അനേകർ അറിയത്തക്കോ കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നിന്റെ മകനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവ്. നിന്റെ മകൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അനേകരുടെ ഹൃദയങ്ങളിൽ കർത്താവ് നിന്റെ ആ സന്ദേശം എത്തുന്നത്, ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ സുവിശേഷം അവരുടെ മനസ്സിനകത്തേക്ക് ഇൻസ്ക്രൈബ് ആകുന്നത് കർത്താവെ കാണത്തക്കോണം. എല്ലാ ജനങ്ങളുടെ കർത്താവ് ഒരു വലിയ ബാരിയർ മുഴുവൻ തകർത്തോണ്ട് അനേക രാജ്യങ്ങൾ, അനേക ഭാഷകളിലേക്ക് കർത്താവെ ഒഴുകിയിറങ്ങുന്നു യേശുവിൻ നാമത്തിൽ കർത്താവെ. അതുപോലെ വലിയൊരു അനുഭവം അമേരിക്കയിലും എല്ലാം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നിന്റെ മകനിലൂടെ കർത്താവ് കാനഡയിൽ ഒരു എക്സ്ക്ലൂസീവ് ടൈം കർത്താവ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് ഒരു വലിയൊരു തുടക്കത്തിന് വേണ്ടി കർത്താവ് റിസർവ് ചെയ്തിരിക്കുന്ന ഞങ്ങളത് അറിയുന്നു. ഓരോ പ്ലാനുകൾ മാറിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് കാറ്റപ്പുൾട്ട് വീണ്ടും പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ കർത്താവ് നോർത്ത് അമേരിക്കയുടെ മുഴുവൻ, അമേരിക്കാസിന്റെ മുഴുവൻ ഉണർവ് കാനഡയിൽ നിന്ന് തുടക്കം എന്നുള്ള പ്രവചനമുണ്ട്. കർത്താവ് നടന്നിരിക്കും, ഞങ്ങൾക്കത് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് ആ ടൈം റിസർവ് ചെയ്തിരിക്കുക. സ്തോത്രം. ഞങ്ങൾ ചേർന്ന് എൻ്റെ മകനെ അനുഗ്രഹിക്കുക. കാനഡയിൽ ഒരു അത്ഭുതകരമായ വലിയൊരു ക്രൂസൈഡ് കർത്താവ് ഞങ്ങളത് കണ്ടോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അനേകം ജനങ്ങളിലേക്ക് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഈ കർത്താവിന്റെ സിംപ്ലിസിറ്റി ഞങ്ങൾ ഇന്ന് അനുഭവിച്ചതുപോലെ കർത്താവെ റിലാക്സ് ചെയ്യാൻ പറയുമ്പോൾ കൈ പുറമോട്ട് കെട്ടിക്കോ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇതുവരെ ഒരു ക്രിസ്ത്യൻ സഭാവിഭാഗവും പറയാത്ത റിലാക്സ് ചെയ്തുള്ള കർത്താവിലുള്ള ഫ്രീഡം പ്രസ്താവിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ ഫ്രീഡത്തിൽ കൂടെ കർത്താവ് അതാണ് നീ ഉദ്ദേശിക്കുന്നത്. ആരെയും പിടിച്ചു കെട്ടി കർത്താവിന്റെ മുമ്പിൽ ഭക്തരായിട്ട് അവതരിപ്പിക്കാൻ, ഫ്രീ ആയിട്ട് മക്കളെന്നുള്ള അധികാരത്തോടെ നിൽക്കാൻ, ഈ സുവിശേഷം അനേകരിലേക്ക് വിളമ്പാൻ നിന്റെ മകനെ കർത്താവ് ഈ രാജ്യത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് എല്ലാ മീറ്റിങ്ങുകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുന്നു. ഓരോ കർത്താവെ അതുപോലെ ഓരോ ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പറയുന്ന, യേശുവിനെ ഉയർത്തുന്ന എല്ലാ സഭകൾക്കും, എല്ലാ പാസ്റ്റേഴ്സിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആകെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോട് കൂടെ എപ്പോഴും ഉള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കേട്ട വാക്ക് ഒന്നുകൂടെ പറഞ്ഞേ, കൊയ്ത്തിനു മുമ്പേ എന്റെ കളപ്പുരകൾ നിറഞ്ഞ്. കൊയ്ത്തൊക്കെ വരുന്നേ ഉള്ളൂ, പക്ഷെ എന്റെ കളപ്പുരകൾ നിറഞ്ഞതുപോലെ ഞാൻ റിലാക്സ് ചെയ്ത് കർത്താവിൽ സന്തോഷിക്കും.